നിങ്ങൾക്ക് വിവരിക്കാനാകും. ഇങ്ങനെ ആയുധങ്ങളും അച്ചടിമച്ചിയും പരാജയപ്പെട്ടു പോയ ഭൂതകാലമെന്നാണ്. ഞങ്ങളെ ആക്രമിക്കാത്ത ആയുധങ്ങളാണ്. 1949 നവംബർ മാസം 14 അംബാല ജയിലിൽ നല്ല തണുപ്പുള്ള ഒരു പ്രഭാതത്തിൽ കൊലക്കയർ ഒരുങ്ങി നിന്നപ്പോൾ ആ കൊലക്കയറിലേക്ക് 2 മനുഷ്യരെ കൊണ്ടു നിർത്തിയതായി ചരിത്രം. അതിലൊരാൾ നാരായണ ആപ്തെ, രണ്ടാമതൊരാൾ നാഥുറാം വിനായക് ഗോഡ്സെ. നാഥുറാം വിനായക് ഗോഡ്സെ ചരിത്രത്തിലേക്ക് നോക്കി പറഞ്ഞു, കുലമരത്തിന്റെ മുമ്പിൽ എനിക്ക് തെല്ലും കുറ്റബോധമില്ല. ഞാനൊരു രാജ്യത്തെ കിനാവ് കാണുകയാണ്. ആ രാമരാഷ്ട്രത്തിന് വേണ്ടിയാണ് ഞാൻ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചത്. ഇന്നിതാ കൊലക്കയറിലേക്ക് എന്റെ ജീവിതം അസ്തമിക്കുവാൻ വേണ്ടി കൊണ്ടു നിൽക്കുന്നത്. എനിക്ക് തെല്ലും കുറ്റബോധമില്ല. ഞാൻ ഓർക്കുന്നു 1948 ജനുവരി മാസം 30 എന്റെ വലതുകൈയിൽ ഞാൻ സൂക്ഷിച്ചിരുന്ന പഴകിയ റിവോൾവറിന്റെ കാഞ്ചിയൊന്ന് വലിച്ചപ്പോൾ എന്റെ കൺമുമ്പിൽ ഒരു സ്ഫടിക പാത്രം വീണുടയുന്നതുപോൽ മഹാത്മാഗാന്ധി വീണുടയുന്നതോർക്കുമ്പോൾ ഇപ്പോഴും എന്റെ മനസ്സാനന്ദാതിരേകത്താൽ തുടിച്ചിടും നിൽക്കും. എനിക്ക് തെല്ലും കുറ്റബോധമില്ല. പക്ഷേ ഞാൻ സ്വപ്നം കാണുന്ന രാമരാഷ്ട്രം, മുസൽമാനും ക്രൈസ്തവരുമില്ലാത്ത രാമരാഷ്ട്രം, ആ രാമരാഷ്ട്രത്തിന്റെ ഹൃദയത്തെ തലോടി കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു പുണ്യനദിയിൽ മാത്രമേ എന്റെ ചിതാപത്മം നിമജ്ജനം ചെയ്യാവൂ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം ഇതാ വരാൻ പോകുന്ന ഒരു ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യപ്പുലരി വീണ്ടും വരാൻ പോകുമ്പോൾ മതേതരത്വത്തെക്കുറിച്ച് ഗുരുവാണം മുഴക്കുന്ന നമ്മൾ, ഇന്ത്യയുടെ പ്രിയപ്പെട്ട മഹാത്മാഗാന്ധിയെ കുറിച്ച്, രാഷ്ട്രപിതാവിനെ കുറിച്ച് വാചാലമാകുന്ന ഞാനും നിങ്ങളും മനസ്സിലാക്കണം കേട്ടോ. 2012 ഈ ജൂലൈ മാസത്തിന്റെ ആദ്യവാരത്തിൽ ഞാനും നിങ്ങളും ചാത്തന്നൂരിലെ ഈ ദേശീയപാതയ്ക്കു സമീപം ഒരുമിച്ചിരിക്കുമ്പോൾ അങ്ങകലെ നാഗപ്പൂരിലെ RSSന്റെ കേന്ദ്രീയ കാര്യാലയത്തിൽ ചുവന്ന പട്ടിൽ പൊതിഞ്ഞ ഒരു വെള്ളികുംഭത്തിൽ ഇപ്പോഴും RSSുകാർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നാഥുറാം വിനായക് ഗോഡ്സെയുടെ ചിതാഭസ്മം. ഗോഡ്സെ സ്വപ്നം കണ്ട രാമരാഷ്ട്രത്തിന്റെ നെറുകയിലൂടെ ഒഴുകിപ്പടരുന്ന ഏതെങ്കിലും ഒരു നദീമുഖങ്ങളിൽ തർപ്പണം ചെയ്യാൻ വേണ്ടി. ഇന്ത്യൻ മതേതരത്വത്തിന്റെ ശിരസ്സിന് മുകളിൽ ഡെമോക്രസിന്റെ വാളുപോലെ തുന്നിയാടുന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘം ഈ നല്ല നാട്ടിൽ ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ട് അകലങ്ങളിലെല്ലാം മാറി നിൽക്കുന്ന ഞങ്ങളെ എതിർക്കുന്നവരോടുൾപ്പെടെ ഞാൻ വിനീതമായി ചോദിച്ചുകൊള്ളട്ടെ ഒരു സംശയം. രാഷ്ട്രീയ സ്വയം സേവക് സംഘം ഇന്ത്യയിൽ ഏറ്റവും അധികം കൊലപ്പെടുത്തിയിട്ടുള്ളത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെയല്ലേ? ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് വിളിച്ചു പറഞ്ഞ സിമി 1980 സിമിക്കെതിരെ ഞങ്ങളായിരുന്നു രംഗത്തിറങ്ങിയത്. കാലം വീണ്ടും മുന്നോട്ട് പോയി. സിമി നിരോധിക്കപ്പെട്ടു. പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ സിമി എന്ന തീവ്രവാദ പ്രസ്ഥാനം പുനരാവിഷ്കരിക്കപ്പെട്ടു. 1993-92 ഡിസംബർ 6 പകൽ 12:15 ബാബറി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ താഴേക്ക് തകർന്നു വീഴുന്നതിൽ നിന്നും മുസ്ലിം ജനവികാരത്തിന്റെ വ്രണപ്പെട്ട മനസ്സിനെ മുതലെടുത്തുകൊണ്ട് കേരളത്തിൽ പിറവിയെടുത്ത ഒരു സംഘടന NDF. 1993-നും 2012-നും ഇടയിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകനെ കേരളത്തിൽ NDF-കാരൻ ആക്രമിച്ച് കൊലപ്പെടുത്തിയതായി ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? എന്തിന് RSSനും NDF-നും തുടുക്കുന്നു? 2050 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് തന്നെ ഞങ്ങൾ വില പറഞ്ഞു നിശ്ചയിച്ചെടുക്കുമെന്ന് പറയുന്ന ചെങ്കോട്ടയ്ക്ക് മുകളിൽ 2050 ഞങ്ങൾ ഞങ്ങളുടെ മാവോയിസത്തിന്റെ പതാക ഉയർത്തിക്കെട്ടുമെന്ന് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക താഴേക്കു ഞങ്ങൾ വലിച്ചു ചീന്തിയെറിയുമെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ആത്മാഭിമാനത്തിനും സ്വാതന്ത്ര്യത്തിനും വില പറയുന്ന മാവോയിസ്റ്റുകൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ആപ്പീസ് ആക്രമിച്ച പടം നിങ്ങൾ മനോരമയിലെങ്കിലും കണ്ടിട്ടുണ്ടോ? പശ്ചിമ ബംഗാളിന്റെ ചുവന്ന മണ്ണിൽ, ആന്ധ്രയിൽ CPIM-ന്റെ പ്രവർത്തകർ എത്ര പേരെയാണ് മാവോയിസ്റ്റ് അക്രമകാരികൾ തകർത്തെറിഞ്ഞത്? ജീവിതം ബലാത്സംഗം ചെയ്യപ്പെട്ട വനിതാ പ്രവർത്തകർ. SFI-യുടെ സോണൽ സെക്രട്ടറി ആയിരുന്ന പശ്ചിമ ബംഗാളിലെ അഭിജിത് മഹാദേവ് 32 ബുള്ളറ്റുകളായിരുന്നു ശരീരത്തിൽ നിന്നെടുത്തത്. എത്ര പാർട്ടി ആഫീസുകളായിരുന്നു? ചുവന്നുകൊടി പാറിപ്പറക്കുന്ന ഒരു ജനതയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഈ രക്തപതാക, ഒടുവിലത്തെ രക്തപതാകയും പശ്ചിമ ബംഗാളിന്റെ തെരുവിലിട്ട് കത്തിച്ചു ചമ്പലാക്കുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട മാവോയിസ്റ്റുകൾ എന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെ അവർ ആയുധം ഉയർത്തിക്കാട്ടിയില്ല.
ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങളെ ഇത്രയും പേർ വളഞ്ഞു നിന്ന് ആയുധങ്ങളുമായി സംഹാര താണ്ഡവമാടാൻ കടന്നു വരുമ്പോൾ ഏതെങ്കിലും ഒരു മാധ്യമം നമുക്ക് കൂട്ടായിരുന്നോ? മാതൃഭൂമിയിൽ, മനോരമയിൽ, ഏതെങ്കിലും ഒരു അച്ചടിപത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നെങ്കിലും ഒരിക്കൽ ഒരു കോളമെങ്കിലും ഈ പാർട്ടിയെ കുറിച്ച് നല്ല രണ്ടുപേര് വാർത്ത? സംഘടിതമായ ആക്രമികളെയല്ലേ? ഞാനൊരു നിസ്സാരമായൊരു കാര്യം നിങ്ങളുടെ സാമാന്യ യുക്തിക്കും ചർച്ചയ്ക്കും വേണ്ടി ചോദിച്ചു കൊള്ളട്ടെ. ഇത്രയും ആയുധങ്ങൾ ഒരുമിച്ചു തീർന്നു, ഇത്രയും മാധ്യമങ്ങൾ ഒരുമിച്ച് ഒറ്റപ്പെടുത്താൻ പരിശ്രമിക്കുന്നു. ഇത് രണ്ട് വിഭാഗം അക്രമങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനു നേരെയായിരുന്നുവെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഭൂമുഖത്ത് അവശേഷിക്കുമായിരുന്നു. ഇത്രയും അക്രമങ്ങൾ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. കോൺഗ്രസിനു നേരെയാണ് വരുന്നത്. എല്ലാ മാധ്യമങ്ങളും കോൺഗ്രസ് പാർട്ടിയെ ഒറ്റപ്പെടുത്തുന്നു. മാവോയിസ്റ്റുകൾ ആക്രമിക്കുന്നു, RSS ആക്രമിക്കുന്നു. നിരന്തരമായി നിത്യേന സഖാക്കളെ, പ്രവർത്തകരെ തങ്ങൾക്ക് നഷ്ടമാകുന്നു. അതിജീവിക്കാനാകുമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്. എന്തേ ഈ പ്രസ്ഥാനം അതിജീവിച്ചു? അതാണ് ഞാൻ പറഞ്ഞത്. ആയുധങ്ങളും അച്ചടിമഷിയും പരാജയപ്പെട്ടു പോയ ഭൂതകാലമായിരുന്നു ഈ പാറിപ്പറക്കുന്ന ചുവന്ന പതാകയുടെ ഭൂതകാലമെന്ന് ഇന്ന് ഞങ്ങളെ ഒഞ്ചിയത്തു നിന്ന് തീതുപ്പിക്കൊണ്ടിരിക്കുന്ന മാധ്യമ പരീക്ഷകൾ ഓർത്തിരിക്കുന്നത് നല്ലത് എന്ന് വിനീതമായി ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നിരോധിക്കണമെന്നാണ് പറയുന്നത്. ഈ പ്രസ്ഥാനത്തെ നിരോധിച്ചിട്ടില്ലേ? നിരോധനത്തിന്റെ ഇരുണ്ട അഴിമുഖങ്ങൾ കടന്നു വന്നവരായിരുന്നു ഞങ്ങളെന്ന ഈ ജലയാനം കടന്നു വന്ന പലയിടങ്ങളിൽ, സമുദ്രത്തിന്റെ ആഴപ്പരപ്പുകളിൽ ഞങ്ങൾ നേരിട്ട കൊടുങ്കാറ്റുകൾ ഈ കേരളത്തിൽ രാഷ്ട്രത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേരിടേണ്ടി വന്നതായി ചരിത്രത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് പറയാനാകുമോ? എന്നിട്ടും എന്തുകൊണ്ട് ഞങ്ങൾക്ക് അതിജീവിക്കാനായി? അങ്ങനെ അതിജീവിക്കാനായത് ഈ നാടിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട പ്രത്യയശാസ്ത്രവും പ്രവർത്തനവുമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യനെ പോലെ. സൂര്യൻ കത്തിയെരിയാറുണ്ട്. സൂര്യൻ കത്തിച്ചൊലിക്കുന്നത് സൂര്യന് വേണ്ടിയല്ല, പ്രപഞ്ചത്തിന് വേണ്ടിയാണ്. രാഷ്ട്രീയ പ്രവർത്തകൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് സ്വന്തം പദത്തിന് വേണ്ടിയല്ല, സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല. ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, ഇത്രയേറെ പ്രവർത്തകരെ കൊന്നു നുറുക്കിക്കളഞ്ഞല്ലോ RSSകാർ. ഏതെങ്കിലും ഒരു പ്രവർത്തകൻ വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടതാണ്? സാമൂഹ്യ വിരുദ്ധ സംഘം ആക്രമിച്ച് കൊലപ്പെടുത്തിയല്ലോ. തിരുവനന്തപുരത്ത് രാജീവ് പ്രസാദും ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകൻ, എറണാകുളത്ത് വിദ്യാധരനും ഉൾപ്പെടെ എത്രയോ പേർ. ഞാൻ സുദീർഘമായ ചരിത്ര പുസ്തകങ്ങളുടെ താളുകൾ എടുത്ത് നിവർത്തി വെച്ച് ഒരുപാട് വാചാലമാകാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ നോക്കൂ, ഇത്രയധികം പേർ ഒരുമിച്ചു നിന്ന് ആക്രമിച്ചിട്ടും നമുക്ക് അതിജീവിച്ചു മുന്നോട്ട് കയറാനായത് സ്വന്തമെന്ന പദം മറന്നുകൊണ്ട് ഈ നാടിനു വേണ്ടി വെളിമുഖങ്ങൾ തീർക്കുവാൻ തയ്യാറായതുകൊണ്ടാണ്. ഈ നാട്ടിൽ ജനവിരുദ്ധ നയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ജനകീയ സമരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി പോരാട്ടത്തിന്റെ പടഹധ്വനി മുഴക്കുവാൻ ഞങ്ങളല്ലാതെ വേറെ ആരാളെ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംസ്ഥാന കമ്മിറ്റി എടുത്തു നോക്ക്. ജയിൽ പോയിട്ടില്ലാത്തവരുടെ എണ്ണം തീരെ കുറവായിരിക്കും. KPCC ഒന്ന് എടുത്തു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ജയിലിൽ പോയിട്ടുള്ള ആരും ഉണ്ടാവില്ല. പോയിട്ടുള്ളവർ അത് ഡിസ്ക്വാളിഫിക്കേഷനാണ്. പോണേൽ അത് വല്ല പെണ്ണു പിടിച്ചിട്ട് പോണം, എനിക്ക് പ്രമോഷൻ കിട്ടും. നാടിന് വേണ്ടി പോയ ഒരാളെ പറയണോ? ഏതെങ്കിലും ഒരാളുണ്ടോ? എന്നിട്ടാ പറയുന്നത് ഞങ്ങളെ ജയിലിൽ പിടിച്ചിടുന്ന എത്ര ജയിലരിക്കുള്ളിൽ ഞങ്ങൾ കിടന്നിട്ടുള്ളവരാ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ സംഘടിതമായ അക്രമം നടക്കുക, പൊതുബോധങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഇപ്പൊ ഇതെല്ലാം കേൾക്കുന്ന ആൾ വിചാരിക്കും, അല്ല ഈ പയ്യൻ ഇതെല്ലാം പ്രസംഗിക്കുമ്പോ അല്ല ഈ ചന്ദ്രശേഖരനെ കൊന്നത് നിങ്ങളല്ല എന്നാണോ പറയാൻ വരുന്നത്? ഞങ്ങൾക്ക് എന്തിനാ ചന്ദ്രശേഖരനെ കൊല്ലേണ്ട കാര്യം? അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് കടന്നു വരാം. അപ്പോ ആളുകൾ ചോദിക്കും, അല്ല എല്ലാരും ഒരേപോലെ പറയല്ലേ, നിങ്ങളുടെ നേതാക്കളെയല്ലേ പിടിക്കുന്നവരെല്ലാം നിങ്ങളുടെ നേതാക്കൾ, കുറ്റമേറ്റു പറയുന്നവരെല്ലാം നിങ്ങളുടെ നേതാക്കൾ, ജയിലിൽ കിടക്കുന്നത് നിങ്ങളുടെ പാർട്ടിക്കാർ, നിങ്ങളുടെ നേതാക്കൾ. എല്ലാ പത്രക്കാരും പറയുന്നു നിങ്ങളാക്കുന്നതെന്ന്. ഒന്നുമില്ലാതെ എല്ലാരും പറയൂ, പുകയില്ലാതെ തീയില്ലാതെ പുകയുണ്ടാവോ? നമ്മുടെ നാടിന് പൊതുബോധത്തിന്റെ പ്രശ്നമാണ്. തീയില്ലാതെ പുകയുണ്ടാവും. ഇപ്പൊ എന്നെ കുറിച്ചൊരു കാര്യം നിങ്ങൾ കേൾക്കും.
കേൾക്കുന്ന ആള് പരസ്പരം പറയുന്നുണ്ടാ, അല്ല ഇങ്ങനെയൊക്കെ അവനെ കുറിച്ച് കേൾക്കുന്നത്. ഞാൻ പറഞ്ഞതല്ല, പക്ഷെ എല്ലാരും പറയുന്നത് ഇങ്ങനെയാ. വെറുതെ ആളുകൾ പറയും, ചുമ്മാ പറയില്ലല്ലോ. എന്തോ കാണും. തീയില്ലാതെ പുക ഉണ്ടാവും. തീയില്ലാതെ പുകയുണ്ടായിട്ടില്ലേ ഈ നാട്ടിൽ? തീയില്ലാതെ രാഷ്ട്രീയ പുകമറയുണ്ടായിട്ടില്ലേ? ഇതുപോലൊരു വൈകുന്നേരം തിരുവനന്തപുരത്ത് വിശാലമായ പുത്തരിക്കണ്ടം മൈതാനിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകരുടെ മുമ്പിൽ ഒരു കോൺഗ്രസ് നേതാവ് പ്രസംഗിക്കുവാൻ വേണ്ടി എഴുന്നേറ്റു നിന്നു. അത് മറ്റാരുമായിരുന്നില്ല. കേരള രാഷ്ട്രീയത്തിൽ ആരെയാണോ ഭീഷ്മാചാര്യൻ എന്ന് വിശേഷിപ്പിച്ചത്, തന്റെ ജീവിതം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പകുത്തു കൊടുത്തതാരാണോ, ആരാണോ UDF എന്ന പ്രതിഭാസത്തിനു കേരളത്തിൽ ബീജം കൊടുത്തത്, ആ മനുഷ്യൻ പ്രസംഗിക്കുവാൻ വേണ്ടി എഴുന്നേറ്റു. പ്രസംഗിച്ചു ഇങ്ങനെ: ഞാനിതാ മുഖ്യമന്ത്രി പദം രാജിവെക്കുകയാണ്. ഗവർണറുടെ മുമ്പിൽ പോയി ഈ രാജിക്കത്ത് സമർപ്പിക്കുന്നതിന് മുമ്പ് എന്നെ സ്നേഹിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ മുമ്പിൽ സമർപ്പിച്ചിട്ട് പോകണമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ യോഗം വിളിച്ചു ചേർത്തത്, ഇവിടെ വന്നത് നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്നത്. ഞാൻ കരുണാകരൻ ഇതാ മുഖ്യമന്ത്രി പദം രാജിവെക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിന്റെ ഭീഷ്മാചാര്യൻ രാഷ്ട്രീയ നിരീക്ഷകർ ഒരാളെ മാത്രമാണ് വിശേഷിപ്പിച്ചതെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി തന്റെ ജീവിതം പുരുഷായുസ് വകുത്തു കൊടുത്ത കരുണാകരൻ അന്ന് രാഷ്ട്രീയ വനവാസത്തിന് പോകാനിടയായ സംഭവം എന്തായിരുന്നു? ഓർമ്മകൾ ഉണ്ടായിരിക്കണം. മറവിയുടെ മാറാലപ്പടർപ്പുകളൊന്ന് തട്ടിത്തുടഞ്ഞ് ഈ വേദിയിൽ ഈ ശബ്ദം ശ്രമിച്ചു നിൽക്കുന്ന മുതിർന്ന മനുഷ്യർ ഒന്ന് നിങ്ങളുടെ ഓർമ്മയിലേക്കൊന്ന് കണ്ണുകൾ വായിച്ചു നോക്കുകയെ. മറന്നുപോയോ നിങ്ങൾ ഒരു നമ്പി നാരായണനെ? മറന്നുപോയോ ഈ നാടൻ ശശികുമാറിനെ? മാലിക്കാരി രണ്ട് പെണ്ണുങ്ങൾ, ഒരു മറിയം റഷീദെ, പിന്നെ ഫൗസിയ ഹാസനെ എന്തേ മറന്നുപോയോ? ഒരു രമൺ ശ്രീവാസ്തവെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനത് സ്കൂളിൽ പഠിക്കുന്ന പ്രായം. ഒരു വൈകുന്നേരത്ത് വീട്ടിൽ നിന്ന് ഉമ്മ പലവ്യഞ്ജനം വാങ്ങാൻ പറഞ്ഞുവിട്ട് കടയിൽ പോയി പലവ്യഞ്ജനത്തിന് സജ്ജയും കൊണ്ട് പലവ്യഞ്ജനം തൂക്കിക്കൊണ്ട് കടക്കാരൻ നിൽക്കുമ്പോൾ കടത്തിണ്ണയിൽ രാഷ്ട്രീയ വർത്തമാനം മാമന്മാർ നടത്തുന്നു. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഇതായിരുന്നു ഈ ശശികുമാറിനെയും നമ്പി നാരായണനെയും പിന്നെ ഈ പറയുന്ന ഐറ്റങ്ങളെയും എല്ലാത്തിനെയും ജയിലിൽ കൊണ്ടിടാകയല്ല വേണ്ടത്, വിചാരണ നടത്തി ശിക്ഷിക്കുകയല്ല വേണ്ടത്. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന്റെ ഒത്ത മധ്യത്തിൽ വിലങ്ങ് വെച്ച് കൊണ്ടു നിർത്തണം. ചുറ്റിലും 1.5 ഇഞ്ചിന്റെ ലോഡ് കണക്കിന് ബെറ്റിലിറക്കിയിടണം. എറിഞ്ഞു കൊല്ലാൻ ആളെ വിട്ടുകൊടുക്കണം. ഒരാള് പറയാ, അന്ന് ചന്ദ്രശേഖരനാരാ, പിന്നെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം ഏതാ, ആരാ ശശികുമാർ എന്നൊന്നും എനിക്കറിയില്ല. പിന്നീടാ മനസ്സിലാതായ സാറോ ചാര കേസാത്. പുതിയ തലമുറയിൽപ്പെട്ടവർക്കൊന്നും ഒരുപക്ഷെ ഓർമ്മയുണ്ടാകില്ല. ഈ ശശികുമാർ നമ്പി നാരായണൻ ISROയുടെ തലമുതിർന്ന ശാസ്ത്രജ്ഞനായിരുന്നു. ഇവർ രണ്ടുപേരും ചേർന്ന്, രമൺ ശ്രീവാസ്തവയും ചേർന്ന് ഈ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചാരവനിതകളായ രണ്ടുപേർക്ക്, ഈ മാലിക്കാരി പെണ്ണുങ്ങൾക്ക് ചോർത്തി നൽകി. ഇതായിരുന്നില്ലേ കഥ? എത്ര കാലം വിശ്വസിച്ച ഈ നാടത്? എത്ര കാലമാണ് ഈ നാടത് വിശ്വസിച്ചത്? നിങ്ങൾ നോക്കൂ, രാജ്യത്തെ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും സംസ്കാര സമ്പന്നമായ നാട്, വിദ്യാധനൻ സർവധനാൽ പ്രധാനമെന്ന് വിശ്വസിക്കുന്ന ഒരു നാട്, അക്ഷരമറിയാവുന്ന ഒരു നാട്, തിരിച്ചറിവുണ്ടെന്ന് നമ്മൾ പറയുന്ന ഒരു നാട്. ആ നാട്ടിലെ 3 കോടിയിൽ പരം വരുന്ന മനുഷ്യന്റെ മനോവികാരങ്ങളെ ഒരുപോലെ നിയന്ത്രിക്കുവാൻ കഴിയുമായിരുന്നു അന്നത്തെ ISRO ചാരക്കേസിന്റെ കഥയ്ക്ക്. എല്ലാവരും പറഞ്ഞു ശരിയെന്ന്. മനോരമ മാതൃഭൂമി എന്താ എഴുതി? ഈ വേദിയിലും സദസ്സിലും എന്നെക്കാൾ പ്രായം ചെന്ന ഒരുപാട് പേര് ഇരിക്കുന്നത് കൊണ്ട് മറിയം റഷീദയും പിന്നെ ഫൗസിയ ഹസനും ഈ ശശികുമാറും നമ്പി നാരായണനുമായി ചിലവിട്ടുപോയ കിടപ്പറ രഹസ്യങ്ങളെ കുറിച്ച് മനോരമ എഴുതിയ പരമ്പരയിലെ വാചകങ്ങൾ ഓർമ്മയുണ്ടെങ്കിലും ഇവിടെ അത് പൊളിച്ചു പറയാൻ പറ്റില്ല. കാരണം പണ്ടിട്ടുള്ളവരല്ല ഇവിടെ ഇരിക്കുന്നത്. എന്റെ തരത്തിൽപ്പെട്ടവരാണിരുന്നതെങ്കിൽ ഞാനത് പറഞ്ഞില്ല. മറ്റേ SFIയുടെ യോഗമാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല. അതുപോലെ എന്താ എഴുതിയത്? മാലിക്കാരി മറിയം റഷീദയുടെ മാതകത്തിടമ്പിന് മുമ്പിൽ മലയാളത്തിന്റെ രാഷ്ട്രത്തിന്റെ രഹസ്യങ്ങൾ അടിയറ വെച്ച ശാസ്ത്രജ്ഞന്മാർ, അതിന് കൂട്ടുനിന്ന കരുണാകരൻ. ഇതായിരുന്നില്ലേ മനോരമയുടെ പ്രചരണം? തീയും പുകയും തീപ്പട്ടിക്കോലുമില്ലാതെ രാഷ്ട്രീയ പുകമറ സൃഷ്ടിക്കാനാകും. ഇവിടെ ചോദിക്കുന്ന പലരും, നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇങ്ങനെ ഒരു കൊലപാതക ആരെങ്കിലും നടത്തും?
ഇങ്ങനെ ഒരു പ്രചരണം ആരെങ്കിലും സംഘടിപ്പിക്കോ? കള്ളപ്രചരണം എന്ന് ചോദിക്കുന്നവരുടെ മുമ്പിൽ ഞാൻ വിനീതമായി ചോദിച്ചു കൊള്ളട്ടെ. എതിർ രാഷ്ട്രീയക്കാരനെയല്ല, സ്വന്തം രാഷ്ട്രീയത്തിന്, സ്വന്തം പാർട്ടിക്ക് ജീവിതം പകുത്തു കൊടുത്ത കെ കരുണാകരനെ പോലെ തലമുതിർന്ന ഒരു നേതാവ് ഇന്നും ജീവിച്ചിരുന്നെങ്കിൽ, അല്ല അന്ന് ആ കേസിന്റെ പേരിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടി വന്നില്ലായിരുന്നുവെങ്കിൽ AK ആന്റണി ഇരിക്കുന്നതിനേക്കാൾ മുകളിൽ കേരള രാഷ്ട്രീയത്തിന്റെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പ്രതിഷേധങ്ങളെ നിയന്ത്രിക്കുവാൻ പോകുമായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വന്തം പാർട്ടിയിൽപ്പെട്ടവർ പുറകിൽ നിന്ന് കുത്തുമ്പോൾ, അതിനുവേണ്ടി മലയാളത്തിലെ മാധ്യമങ്ങളെ, മലയാള മനോരമയെ ഉൾപ്പെടെ ഉപയോഗിക്കുമ്പോൾ ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ എന്റെ നിങ്ങൾ കഴിയില്ല. ഒഞ്ചിയം സംഭവവും TP ചന്ദ്രശേഖരന്റെ വധവുമെല്ലാം നാളെ വിചാരണ ചെയ്യപ്പെടും. അതിന്റെ ചുരുളഴിയുന്നത് നാളെയായിരിക്കും, പിൽക്കാലത്തായിരിക്കും. പക്ഷേ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഈ നുണബോംബുകൾ ഞങ്ങൾക്കെതിരെ എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിന്റെ സാംസ്കാരിക ഭൂമിയിൽ നിങ്ങൾ അറിയുന്ന നുണബോംബുകളിൽ നിന്നും അണുവികരണങ്ങൾ മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഇന്നലകളെ കുറിച്ച് നാം ഓർക്കണ്ടേ? കൊല്ലത്ത് നിന്നുകൊണ്ട് വർത്തമാനം പറയുമ്പോൾ ചവറ സരസനെ ഓർക്കാതിരിക്കാൻ പറ്റുമോ? ചവറയിൽ ഒരു സരസനുണ്ടായിരുന്നു, ചവറ സരസൻ. സരസൻ ബേബി ജോൺ സഖാവിന്റെ ഉറ്റ അനുയായിയായിരുന്നു, തൊഴിലാളിയായിരുന്നു. ഒരു ദിവസം ബേബി ജോണും ഇദ്ദേഹവും തമ്മിലൊന്ന് തെറ്റി. ബേബി ജോൺ സഖാവും ഇദ്ദേഹവും തമ്മിൽ തെറ്റിയതിനു ശേഷം ഒരു ദിവസം ചവറ സരസനെ കാണാനില്ല. സരസ എവിടെയോ പോയി. കഥയായി മനോരമയും മാതൃഭൂമിയും പിന്നെ കോൺഗ്രസും ആക്ഷൻ കൗൺസിലും. എന്താ കാര്യം? ബേബി ജോൺ ചവറ സരസനെ കൊന്നതാ. കാരണമുണ്ട്. ബേബി ജോൺ മുതലാളിയുടെ എല്ലാ രഹസ്യവും അറിയാവുന്ന ആളായിരുന്നു ചവറ സരസൻ. അതുകൊണ്ട് തെറ്റിപ്പിരിഞ്ഞത് കാരണം ഇതെല്ലാം മാലോകനെ അറിയിക്കുമെന്നായപ്പോൾ അങ്ങ് കൊന്നു കളഞ്ഞതാ. എങ്ങനെയാ കൊന്നേ? പിടിച്ചു കെട്ടിക്കൊണ്ടുപോകാൻ ഏതു കയറാ ഉപയോഗിച്ചത്? ഏതു കളർ കയറായിരുന്നു? ഏതു കടയിലാ വാങ്ങിയത്? ആ കടയിലത് കൊടുക്കാൻ വരുന്നത് ആ കടക്കാരൻ ഏത് കയറിയാ ഉടുത്തിരുന്നത്? ഏത് ബനിയനായിട്ടിരുന്നത് എന്നുൾപ്പെടെ മാതൃഭൂമി മനോരമയായിരുന്നു. അങ്ങനെ പിടിച്ചു കെട്ടി സരസനെ ബോട്ടിൽ കയറ്റി നടുക്കടലിൽ കൊണ്ടുപോയിട്ട് വെട്ടിക്കൊന്നതിന് ശേഷം കത്തിക്കാൻ വേണ്ടി ഏതു കമ്പനി തീപ്പെട്ടിക്കോലാ ഉപയോഗിച്ചത് എന്ന് വരെ മാതൃഭൂമി എന്ന് എഴുതി. ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം. എന്നിട്ട് ചാമ്പലാക്കിയ ചാമ്പൽ ചിതാഭസ്മം കടലിൽ ഇങ്ങനെ എറിഞ്ഞു. ഇനി കിട്ടില്ല, പുറകെ പിടിക്കുമല്ലോ. ചവറ സരസനെ കത്തിച്ചു കൊന്നു കളഞ്ഞ ബേബി ജോണും പിന്നെ ഇടതുപക്ഷക്കാരും. ഇനി അദ്ദേഹത്തിന്റെ കൊലയാളികളെ പിടിക്കണം. അതിനായി അന്വേഷണം ആവശ്യം മൂത്തു. അവസാനം അന്നത്തെ സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. അന്വേഷണ സംഘം ഇതുപോലെ ഒഞ്ചിയത്ത് ചെയ്യും പോലെ ഒരു പ്രത്യേക ക്യാമ്പ് ഓഫീസ് തുറന്നു തൊട്ടപ്പുറത്ത് ചവറയിൽ. ക്യാമ്പ് ഓഫീസിലേക്ക് ഈ പത്രം എഴുതി വെക്കുന്ന ആളുകളെല്ലാം വിളിച്ചോണ്ട് വരും. അവരെയെല്ലാം ചോദ്യം ചെയ്യും, അവരെല്ലാം മർദ്ദിക്കും. അവസാനം ഈ മർദ്ദനത്തിനൊടുവിൽ 3 തൊഴിലാളികൾ സമ്മതിച്ചു, സാറേ ഞങ്ങളാ സരസനെ കൊന്നത്. 3 പേര് സമ്മതിച്ചു. അവര് മൊഴി കൊടുത്തു, ഞങ്ങളാ വെട്ടിയത്. ഒരാൾ പറഞ്ഞു ഞാനാ വെട്ടിയത്, ഞാനാ പിടിച്ചു കെട്ടിയത്, ഞാനാ കത്തിച്ചത്. എല്ലാം ബേബി സാറ് പറഞ്ഞു ഞങ്ങളാ ചെയ്തത്. ഈ നാട് മുഴുവൻ വിശ്വസിച്ചു. അന്നൊരു തിരഞ്ഞെടുപ്പിന്റെ കാലയളവായിരുന്നു. കേരളത്തിന്റെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഉടനീളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ഉം ചവറ സരസൻ എന്ന രക്തസാക്ഷിയെ ഉയർത്തിപ്പിടിച്ച ബേബി ജോണിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനുമെതിരെ പ്രചണ്ഡമായ പ്രചരണം സംഘടിപ്പിച്ചു. ചവറ സരസന്റെ വിലാപച്ചിലവിലന്ന് കെ കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തി. മലയാള മാധ്യമങ്ങൾ അമ്മമാരെ പരിചയപ്പെടുത്തി ചവറ സരസനെ കൊന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. സരസൻ എന്ന ഒരു പാവപ്പെട്ട തൊഴിലാളിയെ വെട്ടിക്കൊന്നിട്ട് തെളിവ് നശിപ്പിക്കാൻ കത്തിച്ചു കളഞ്ഞ് സ്വന്തം അമ്മയ്ക്ക് സഹധർമ്മിണിക്കാൻ, സ്വന്തം വീട്ടുകാർക്കൊരു അന്ത്യകൂദാശ കൊടുക്കാൻ, ഒടുവിലൊരു നോക്കു കാണുവാൻ പോലും ഇവർ കമ്മ്യൂണിസ്റ്റുകാർ അവസരം കൊടുക്കാത്ത ക്രൂരന്മാരാണ് ഈ കമ്മ്യൂണിസ്റ്റ്. ഈ ഇടതുപക്ഷക്കാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള രാക്ഷസതുല്യന്മാരാണ്. അവസാനം ഈ ബേബി ജോൺ സഖാവ് ആളുകൾ എത്രമാത്രം വിശ്വസിച്ചു എന്നതിന്റെ തെളിവ. സഖാവ് ബേബി ജോൺ പിന്നെ ഒരിക്കൽ അദ്ദേഹത്തിന്റെ അനുഭവക്കുറിപ്പെടുന്ന കൂട്ടത്തിൽ അദ്ദേഹം എഴുതിയൊരു കുറിപ്പ് ഇങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിക്കുക, ചായ എന്നോടെങ്കിലും സത്യം പറയൂ, നിങ്ങൾ സരസനെ കൊന്നില്ലേ? എങ്ങനെയാണ് കൊന്നത്? അവന് പോലും വിശ്വസിച്ചു. കരുണാകരൻ മുഖ്യമന്ത്രി
ഒടുവിലൊരു നാൾ വൈകുന്നേരം നോക്കിയപ്പോൾ ചവറ ബസ് സ്റ്റേഷനിൽ ചവറ സരസം നിൽക്കുന്നു. സരസനെ കൊന്ന കൈവെട്ടിയവർ, കാലുവെട്ടിയവർ, കത്തിച്ചവർ, കത്തിക്കാൻ തീപ്പെട്ടി വാങ്ങിച്ചവർ, അങ്ങനെ നിരവധി പേർ അകത്ത് കിടക്കാം. 3 പേര് ചവറ സരസനെ കൊന്നവരെ, കുറ്റമേറ്റു പറഞ്ഞവരെ ജയിലിൽ കിടക്കാം. അപ്പോഴാ സരസം വരുന്നത്. കഴിഞ്ഞ ദിവസം ശാസ്താംകോട്ടയിൽ SFIയുടെ കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിൽ ഞാനിത് പ്രസംഗിച്ചിട്ടിറങ്ങുമ്പോൾ ചവറയിൽ നിന്നും സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഒരു സ്കൂൾ പ്രതിനിധി വന്ന് എന്നെ പരിചയപ്പെട്ട് പറഞ്ഞു, സഖാവേ ഞാൻ ചവറക്കാരനാണ്. സഖാവ് പറഞ്ഞ ഈ ചവറ സരസൻ സംഭവത്തിന്റെ ഭാഗമായി കുറ്റവാളി എന്ന് കരുതി ലോക്കപ്പിലിട്ട് ക്രൂരമായി മർദ്ദിച്ച് പോലീസുകാർ കൊന്നുകളഞ്ഞ ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ. എന്റെ കൊച്ചാപ്പക്കാരൻ രക്തസാക്ഷിയായത്. അന്ന് പോലീസുകാർ അതിനകത്തിട്ട് ഇടിച്ചു ചതച്ച് ചവറ സരസനെ കൊന്ന കുറ്റമേറ്റു പറയണം, ബേബി ജോണിനെതിരെ തെളിവ് കൊടുക്കണമെന്ന് പറഞ്ഞ് ക്രൂരമർദ്ദനത്തിനിരയായതിന്റെ പേരിൽ പിൽക്കാലത്ത് മരണമടഞ്ഞു പോയ കൊച്ചാപ്പയുടെ മകനാണ് ഞാൻ എന്ന് പറഞ്ഞു വന്ന് എന്റെ മുമ്പിൽ പരിചയപ്പെട്ടു. നഷ്ടപ്പെട്ടു പോയ ഇതുപോലെയുള്ള ആ ചെറുപ്പക്കാരന്റെ കൊച്ചാപ്പന്മാരെ, ആ കുടുംബത്തിലെ അത്താണികളെ തിരികെ കൊടുക്കാൻ അന്ന് ഈ കഥ എഴുതിയ മാതൃഭൂമിക്കും മനോരമയ്ക്കും കരുത്തുണ്ടോ? അതാ ഞാൻ എന്റെ പ്രസംഗത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞത്. ക്രോസ് ചെക്ക് എന്ന് മാധ്യമശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ എഴുതി പഠിപ്പിക്കുന്നത്. മാധ്യമപ്രവർത്തകന്റെ അക്ഷരം കൊണ്ട്, എഴുത്തുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതം തകർന്നു പോകാൻ പാടില്ല. ഒരു ജനതയെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. അത് ഈ ഭൂമുഖത്ത് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൈമാണ്, കുറ്റകൃത്യമാണ്. ചവറ സരസന്റെ ഭാഗമായി എന്തിനേറെ പറയുന്നു, ISRO ചാരക്കേസിൽ നിങ്ങൾ തകർത്തെറിഞ്ഞ ശശികുമാർ എന്ന ശാസ്ത്രജ്ഞന്റെ ജീവിതം തിരികെ കൊടുക്കാൻ മനോരമയ്ക്ക് കഴിയോ? നമ്പിനാരായണന്റെ ജീവിതം, നമ്പിനാരായണൻ എന്നാൽ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചവൻ, നിവൃത്തിയില്ലായ്മയുടെ പാരമ്യതയിൽ പഠിച്ചു വളർന്നയാൾ, മണ്ണെണ്ണ വിളക്കിന് പോലും ഗതിയില്ലാത്ത കുടുംബത്തിൽ നിന്ന് പഠിച്ച ലോകപ്രശസ്തനായ ശാസ്ത്രജ്ഞനായി മസ്തിഷ്കമായി വളർന്നു കയറിയ നമ്പിനാരായണൻ പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതബന്ധമെന്നറിയുവാൻ നിങ്ങൾ യാത്ര നടത്തുമോ മനോരമ? P. ചന്ദ്രശേഖരന്റെ പത്നിയുടെ കണ്ണുനീർ വിട്ടുമാറാത്ത കണ്ണ്, ആ കൺപോളകൾ ഉണങ്ങി മാറുന്നതിന് മുമ്പ്, കണ്ണുനീരിന്റെ നനവ് വിട്ടുമാറുന്നതിന് മുമ്പ് നിങ്ങൾ അന്വേഷണ യാത്ര നടത്തിയ മലയാള മനോരമയോട്, ഇന്ത്യ വിഷനോട് ഞങ്ങൾ ചോദിക്കുന്നു, അല്ലേ മനോരമയെ, നിങ്ങൾ ഒരിക്കൽ തകർത്തെറിഞ്ഞ നമ്പിനാരായണൻ എന്ന വിശ്വവിഖ്യാതനായ ഒരു ശാസ്ത്രജ്ഞന്റെ വീട്ടിലേക്ക് ഇന്നും കണ്ണുനീർ വറ്റാതെ ഇരിക്കുന്ന കുടുംബാംഗങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് പോകാമോ നിങ്ങൾക്കൊരു ഇന്റർവ്യൂ നടത്താൻ? 2001 മെയ് മാസം, 2001 മാർച്ച് മാസത്തിൽ ഒരു കഥയെന്ന് പ്രചരിച്ചു. 2003 മെയ് മാസത്തിന്റെ പ്രത്യേകത നിയമസഭാ തിരഞ്ഞെടുപ്പ്. 2001 മാർച്ച് മാസത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലാകെ ഒരു കഥ പ്രചരിച്ചു. കഥയെന്താണ്? നാദാപുരത്തൊരു നബീസു എന്ന മുസ്ലിം സ്ത്രീയെ നമസ്കാരപ്പായയിലിട്ട് DYFI പ്രവർത്തകനായ ബിനുവും കൂട്ടരും ബലാത്സംഗം ചെയ്തു. ഇതായിരുന്നു കഥ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മനോരമയുടെ എഴുത്ത്. ഏത് വാതിലും ചവിട്ടിപ്പൊളിച്ച ആ വീടിനകത്ത് കയറിയത്, എങ്ങനെയാ നടന്നത്, ബിനു അന്നിട്ടിരുന്ന സ്ലിപ്പർ ഏതാ, പിന്നെ ആ നകത്ത് കയറിയിട്ട് എന്തൊക്കെയാ ചെയ്യുന്നത്? ഒരു അശ്ലീല സിനിമാ കഥ വിവരിക്കുന്ന മഞ്ഞപ്പത്രത്തെ പോലെ, അശ്ലീല പ്രസിദ്ധീകരണത്തെ പോലെ, ഒരു അപസത്വക കഥ പോലെ കേരള കഥയിൽ കേരള മനസാക്ഷിയുടെ മുമ്പിൽ നിവർത്തി വെച്ചു ബിനുവിന്റെ ബലാത്സംഗ കഥ മലയാള മനോരമ. ബിനു ബലാത്സംഗം ചെയ്തു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മുസ്ലിം പള്ളികളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുസ്ലിം നാമധേയധാരികളായ നേതാക്കൾ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ, NDFന്റെ പ്രവർത്തകർ ഒക്കെ വന്ന് പ്രസംഗിച്ചത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. വെള്ളിയാഴ്ചകളിൽ പള്ളി പിരിഞ്ഞിറങ്ങുന്ന മുസ്ലിം സഹോദരന്മാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഒടുവിനത്തെ വെള്ളിയാഴ്ച ദിവസം നിശ്ചയിച്ചുറപ്പിച്ച നബീസുവിന്റെ കഥ വിവരിക്കുന്ന ലഘുലേഖയുമായി മുസ്ലിം പള്ളികൾക്ക് മുമ്പിൽ വന്നു എന്ന വല്ലാഹി സത്യത്തിലോട്ട് വയ്യരുത് കെട്ടാരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ. കാരണം കമ്മ്യൂണിസ്റ്റുകാരൻ ജയിച്ചാൽ എന്റെ ഉമ്മാക്കും നിന്റെ ഉമ്മാക്കും നിന്റെ പെങ്ങക്ക്, പിന്നെ നിന്റെ ഇത്താക്ക് നിന്റെ കൊച്ചുമ്മാക്ക്, മുസ്ലിം പെങ്ങന്മാർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമയിൽ വിശ്വസിച്ച മുഴുവൻ മുസ്ലിം സഹോദരിമാർക്കും നബീസുവിന്റെ ഗതി വരും സഹോദരാ. അതുകൊണ്ട് നിശ്ചയം നീ വോട്ട് കൊടുക്കരുത് കേട്ടാ, പടച്ചവും പൊറുക്കൂലതിന്. ആളുകളെല്ലാം DYFIക്കാരെ നോക്കുമ്പോ മാറി കിടക്കും പെങ്ങന്മാര്. കാര്യം ബലാത്സംഗം ചെയ്യുന്ന ആൾക്കാരാണ്. എല്ലാരും വിശ്വസിച്ചു പോയേ.
കാലം മുന്നോട്ട് പോയി. നിങ്ങളിലൊക്കെ പ്രിയപ്പെട്ടവരെ, 2001 മെയ് മാസത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നു. കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടി ഒരു മുന്നണി. കഴക്കൂട്ടത്തിൽ നിന്നും സ്വതന്ത്രനായി വിജയിച്ച MA വാഹിദ് ഉൾപ്പെടെ 101 MLA-മാരുടെ ഭൂരിപക്ഷത്തിൽ ചരിത്ര ഭൂരിപക്ഷം നേടി കേരള നിയമസഭയിൽ UDF AK ആന്റണി മലയാള മനോരമയുടെ പ്രിയപ്പെട്ട പുത്രൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റെടുത്തു. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വീട്ടിൽ പോയി ഇന്റർനെറ്റിൽ തിരഞ്ഞെടുപ്പ് തപ്പി നോക്ക്. അതിന്റെ രസം. മുസ്ലിം ഭൂരിപക്ഷ വോട്ടർമാരുള്ള മണ്ഡലങ്ങളിലെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ നിലം തൊടാതെ തോറ്റുപോയി. കാര്യം മുസ്ലിം വോട്ടർമാർ ആരെങ്കിലും വോട്ട് ചെയ്യും? സാധാരണ മനുഷ്യന്റെ വോട്ട് ചെയ്യില്ല. മുസ്ലിം വോട്ടർമാർ എങ്ങനെയാ? നമസ്കാര ഫയലിട്ടാണ് ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുക. കഥ ബലാത്സംഗം ചെയ്തു എന്ന് മാത്രമല്ല, നമസ്കാര ഫയലിട്ട് ബലാത്സംഗം ചെയ്തു. പിന്നെ ഏതെങ്കിലും ഒരു മുസൽമാൻ വോട്ട് ചെയ്യുമോ? എങ്കിൽ അവന് നരകവും അവൻ വിചാരിക്കുന്നത്. കാര്യം ഇങ്ങനെയുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്ത് അവിടെ ചെന്നാൽ ആരും കണ്ടില്ലേലും വോട്ട് ചെയ്യുന്നത് ആർക്കാണ്? പടച്ചോ കാണല്ലേ, പടച്ചോ നാളെ ചോദിക്കില്ലേ. അതുകൊണ്ട് ജന്നാത്തുൽ ഫിർദൗസ് കിട്ടാൻ, സ്വർഗം കിട്ടാൻ ആഗ്രഹിക്കുന്ന ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കൊടുക്കില്ല. 2001 മെയ് മാസത്തിൽ AK ആന്റണി കേരള മുഖ്യമന്ത്രിയായി സത്യവാചകം ചൊല്ലി അധികാരമേറ്റെടുത്തു. കാലം പിന്നെയും മുന്നോട്ട് പോയി. ഒടുവിലൊരു നാൾ വൈകുന്നേരത്ത്, ഒരു സന്ധ്യാനേരത്ത് നാദാപുരം പട്ടണത്തിലിട്ട് വിളിച്ചാഞ്ഞു വെട്ടുമ്പോൾ ദിനുവെന്ന ചെറുപ്പക്കാരൻ ഒടുവിലത്തെ ശ്വാസമെടുത്ത് കിടച്ചു നിന്ന് ഒരു തുള്ളി വെള്ളം ചോദിക്കുമ്പോൾ ആ വാക്കകത്തെ കണ്ടിയ പുകാരൻ വീണ്ടും ഓങ്ങി കുത്തിയിറക്കുമ്പോൾ ആ വാട്ടലപ്പുള്ളിലേക്ക് ആഴ്ന്നിറങ്ങി ഒടുവിലാത്ത ഊർജ്ജശ്വാസം വലിച്ച ജീവിതം അസ്തമിച്ചു പോകുന്നതിന് മുമ്പ് ബിനുവിനെ NDF ഉറപ്പെടുത്തി ഒരു മുസ്ലിം പെങ്ങളുടെ മാനമെടുത്ത് അതിന്റെ ജീവിതം ഞങ്ങൾ എടുക്കുകയാണ് എന്ന്. കാലം പിന്നെയും ആർക്കുവേണ്ടിയും കാത്തു നിൽക്കാതെ കുതിച്ചു പായുന്ന ഒരു കുതിരയെപ്പോലെ മുന്നോട്ട് തന്നെ നീങ്ങി. ഒരു ഉച്ചനേരത്ത് കോഴിക്കോട് പ്രസ് ക്ലബ് പരിസരത്ത് ഒരു ഓട്ടോറിക്ഷ വന്നു നിന്നു. ഓട്ടോറിക്ഷയിൽ നിന്നും മുസ്ലിം വസ്ത്രധാരിയായ ഒരു വീട്ടമ്മ ഇറങ്ങി വന്നു. മാധ്യമപ്രവർത്തകരുടെ മുമ്പിലിരുന്നു. രാഷ്ട്രീയ നേതാക്കൾ, കവികൾ, സാഹിത്യകാരന്മാർ, അങ്ങനെ എല്ലാവരും ഉള്ള വലിയ വലിയ ആൾക്കാർ വന്നിരുന്നു പോകുന്ന ഇവിടെ ഈ മുസ്ലിം വീട്ടമ്മയ്ക്കെന്തു കാര്യം? അവർ പരിചയപ്പെടുത്തി, ഞാൻ നബീസു. മാധ്യമപ്രവർത്തകർക്ക് ആദ്യം മനസ്സിലായില്ല ഏത് നബീസു. അവർ പറഞ്ഞു, ഞാൻ നബീസു. അറിയില്ല നിങ്ങൾക്ക് നാദാപുരത്ത് ബലാത്സംഗം ചെയ്ത നബീസുവാണ് ഞാൻ. നിങ്ങൾ പറഞ്ഞ കഥയിലെ നബീസുവാണ് ഞാൻ. മാധ്യമങ്ങൾ ചോദിച്ചു, എന്താണ് ഇത്രയും കാലത്തിനു ശേഷം നബീസു വീണ്ടും എന്തെങ്കിലും സംഭവിച്ചോ? നബീസു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാനൊരു ശരാശരി വീട്ടമ്മയായിരുന്നു. എനിക്ക് രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നില്ല. ജീവിത പ്രതിസന്ധികളിൽ പെട്ടുടരുന്ന ഞാൻ, എനിക്ക് നിസാരമായ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ബിനു എന്ന എന്റെ അയൽപക്കക്കാരനുമായി, വീടിന്റെ അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പലരും വന്ന് എന്നെ സമീപിച്ചു. നിങ്ങളൊന്നും മിണ്ടാതിരുന്നു തന്നാൽ മതി ഉമ്മ, ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. എന്തു വേണേലും ചെയ്തോട്ടെ എന്ന് ഞാൻ കരുതി. കാരണം എനിക്കൊന്നും നഷ്ടപ്പെടാറില്ലല്ലോ. എനിക്ക് വാഗ്ദാനങ്ങൾ തന്നവർ വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ടേയിരുന്നു. കാലം മുന്നോട്ട് പോയി. എന്റെ പടം ഈ കേരളത്തിലാകെ പ്രചരിക്കുന്നുവെന്ന് ഞാൻ പത്രത്തോടെ അറിഞ്ഞു. ഞാൻ സഞ്ചരിക്കുന്ന നാട്ടിലൊക്കെ എന്നെ അറിയാത്ത നാട്ടുകാരും എന്റെ പേരിൽ വിലാപമൊഴുക്കുന്നത് ഞാൻ കണ്ടു. എന്നെ കുറിച്ച് വർത്തമാനം പറയുന്നത് ഞാൻ സഞ്ചരിക്കുന്ന ബസ്സിൽ ഞാൻ കേട്ടു. നബീസിനെ ബലാത്സംഗം ചെയ്ത ബിനുവിനെയും പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കുറ്റപ്പെടുത്തി എന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന യാത്രക്കാർ പോലും പരസ്പരം സംസാരിക്കുന്നത് പലപ്പോഴും ഞാൻ കേട്ടു. എനിക്കൊരു പ്രശ്നവും ഉണ്ടായില്ല. എന്തോ നടക്കട്ടെ എന്ന് ഞാൻ കരുതി. ഈ നാട്ടിൽ എന്റെ വീട്ടിൽ വന്നവർ, എനിക്ക് വാഗ്ദാന പെരുമഴ തന്നവർ, പലപ്പോഴും എന്നെ സഹായിച്ചവർ, അങ്ങനെ ഒരുപാട് പേർ. പിന്നെ MLA ഹോസ്റ്റലിന്റെ പരിസര പ്രദേശങ്ങളിൽ, മന്ത്രിമന്ദിരങ്ങളിൽ ഞാൻ TV-യിൽ അവരെ കണ്ടുമുട്ടി. അവരെന്തോ ആയിക്കൊള്ളട്ടെ, എനിക്കെന്താ നഷ്ടപ്പെടാൻ, എനിക്കെന്താ പ്രത്യേകിച്ചു നേടാൻ? ഞാൻ അങ്ങനെ കരുതി മുന്നോട്ട് പോയി. പക്ഷേ ഇപ്പോൾ എന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത് എനിക്ക് കിടന്നിട്ടുറക്കം വരുന്നില്ല. ഞാൻ 5 നേരം നമസ്കരിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീയാണ്. തെറ്റു ചെയ്തു പോയി ഞാൻ. നിങ്ങളോട് ഇത് പറയാതെ എനിക്കൊരനുകിട മുന്നോട്ട് പോകാനാകുന്നില്ല. ഞാൻ ശിരസ് ഭൂമിയോളം കുനിച്ചു പിടിച്ചതാ പറയുന്നു. ബിനുവെന്ന ചെറുപ്പക്കാരൻ എന്റെ ശരീരത്തിൽ തൊട്ടിട്ടു പോലുമില്ല. എന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയിട്ടില്ല. ഒരു നുള്ളിപ്പുഴുവോ പോലും എന്റെ ശരീരത്തിലേക്ക് എടുത്തെറിഞ്ഞിട്ടേയില്ല. എല്ലാം കെട്ടുകഥയായിരുന്നു. ഞാനിത് പറയാൻ കാരണം
ഞാനിപ്പോൾ ഒരു അമ്മയെ കാണാറുണ്ട്. ഉമ്മറവാതിൽക്കൽ മകനെ കാത്തിരിക്കുന്ന ഒരമ്മ. പുറത്തൂടെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ നടന്നുപോയാൽ ഓടി ഇറങ്ങി വന്നു കൈപിടിച്ചു കുളിക്ക് മുഖം തിരിച്ചു വെച്ച് നീ ബിനുവല്ലേടാ എന്ന് ചോദിക്കുന്ന, നീ ബിനുവിനെ കണ്ടോ എന്ന് ചോദിക്കുന്ന ഒരമ്മ. ഇന്നലെ വൈകുന്നേരം സന്ധ്യക്ക് എന്റെ കൊച്ചു നാദാപുരം പട്ടണത്തിലേക്ക് പോയതാ, ഇപ്പൊ മടങ്ങി വരും എന്റെ പൊടിക്ക എന്ന് പറഞ്ഞ് സ്വന്തം വയറ്റിൽ പിറന്ന മകൻ ബിനുവിന് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുന്ന ഒരു മാതാവിനെ കാണുമ്പോൾ എന്റെ മനസ്സ് പിടിച്ചുട്ടു നിൽക്കുന്നില്ല. ഞാനിതാ കുമ്പസരിക്കുകയാണ്. ബിനുവിന്റെ ശരീരത്തിൽ സ്പർശിച്ചിട്ട് പോലുമില്ല. ഞാൻ മലയാള മനോരമയോട് ചോദിക്കുന്നു, മാതൃഭൂമിയോട് ചോദിക്കുന്നു, അതിന്റെ പേരിൽ അധികാരത്തിൽ വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോടും ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് തിരികെ കൊടുക്കാനാകുമോ ബിനുവെന്ന ചെറുപ്പക്കാരന്റെ ജീവിതം? ചോറ് വിളമ്പ് വെച്ച് ചോറ് റുട്ടി വായിലേക്ക് വെച്ച് കൊടുക്കാൻ എന്നും രാത്രിയിൽ അത്താഴം വിളമ്പി മകന് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുന്ന ബിനുവിന്റെ അമ്മയ്ക്ക് ചോറ് കൊടുക്കാൻ, ഒരു മകനെ കൊടുക്കാൻ കഴിയുമോ? മനോരമ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾ എത്രയെത്ര അനുഭവങ്ങളാണ് കേരളത്തിന്റെ മണ്ണിലുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന് നിങ്ങൾ നോക്കൂ, ഇവരെല്ലാവരും നമ്മളെ വിമർശിക്കുന്നെന്താ? പാർട്ടിയെ നശിപ്പിക്കാനെന്ന് ഒരാളും പറയില്ല, പാർട്ടിയെ നന്നാക്കാനാണ്. അപ്പുക്കുട്ടൻ പള്ളിക്കുന്നിന് നന്നാക്കണം, ആസാദിന് നന്നാക്കണം, ആർക്കെല്ലാം നന്നാക്കണമോ? നമ്മുടെയൊക്കെ ഈ സുരാജ് പഞ്ചാറുകൂടെ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ എനിക്ക് എന്നെ കുറിച്ച് തന്നെ ഒരു അഭിമാനം തോന്നുന്നു എന്ന് പറയുന്നത് പോലെ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. ഇത്രയും പേർക്ക് നന്നാക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു പാർട്ടിയെ ഒരാള് പറയോ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാനാണ്? മനോരമയ്ക്ക് നന്നാക്കണം. മനോരമ എന്താ പറയാ? ഇവരെല്ലാവരും പറയുന്നതാ, ഈ പാർട്ടി ഇവിടെ വേണം, ഇതിവിടെ എന്തായാലും ഈ പാർട്ടി പണ്ട് കൊള്ളാറില്ലേ? EMSന്റെ കാലത്ത് കൊള്ളായിരുന്നു, AKGന്റെ കാലത്ത് കൊള്ളായിരുന്നു, ടി കൃഷ്ണപിള്ളന്റെ കാലത്ത് കൊള്ളായിരുന്നു, അരിക്കോണം രാഘവന്റെ കാലത്ത് കൊള്ളായിരുന്നു. ഇപ്പൊ മോശം. പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്ന് കുറെ നേതാക്കളെ കൊണ്ട് വന്നിട്ടുണ്ട്. ഇവരുടെയൊക്കെ ബോഡിയിലാകെ മോശം. ബോഡിയിലാകെ നോക്കില്ല. ഇപ്പോഴത്തെ പാർട്ടിക്കാരാകെ മോശം. പഴയ നേതാക്കൾ കൊള്ളായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പഴയ ഏതുകാലത്തെ പാർട്ടിയാ കൊള്ളാത്തവർ പറയുന്നേ? ഏതുകാലത്തെ പാർട്ടിയെ കുറിച്ചായി അവർ പറയുന്നേ? 2004-2005 വർഷത്തിൽ ഞാൻ കേരള സർവകലാശാല യൂണിയന്റെ ചെയർമാനായിരുന്നു. ഞാൻ ചെയർമാനായിരിക്കുമ്പോൾ ഞങ്ങളുടെ യൂണിയന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കുവാൻ വേണ്ടി വന്നത് സഖാവ് സീതാറാം യെച്ചൂരിയായിരുന്നു. പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗം സഖാവ് സീതാറാം യെച്ചൂരി ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളെ ഒന്ന് നിയന്ത്രിക്കുന്ന CPIM ആ ഒന്നാം UPA ഗവൺമെന്റിന്റെ പൊതുപരിപം പരിപാടി രൂപപ്പെടുത്തിയതിനു ശേഷം വളരെയധികം വാർത്താ പ്രാധാന്യമുള്ള വ്യക്തി എന്ന നിലയിൽ കേരള സർവകലാശാല യൂണിയന്റെ പ്രവർത്തനങ്ങൾക്ക് ദീപം തെളിയിക്കുവാൻ ഞങ്ങൾ കൊണ്ടുവന്നത് സീതാറാമിനെയായിരുന്നു. സഖാവ് സീതാറാം യെച്ചൂരി ഞങ്ങളുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരത്ത് നിന്നും തിരികെ ഡൽഹിയിലേക്ക് മടങ്ങിപ്പോവുകയായിരുന്നില്ല, കണ്ണൂരിലേക്ക് പോവുകയായിരുന്നു അടുത്തൊരു പരിപാടിക്ക്. കണ്ണൂരിലെ പരിപാടി എന്നറിയോ? മനോരമന്റെ പരിപാടിയായിരുന്നു. എന്താ പരിപാടി എന്നറിയോ? EK നായനാരുടെ ജീവിത മുഹൂർത്തം അടയാളപ്പെടുത്തിയ ചിത്ര പ്രദർശനത്തിന്റെ ഉദ്ഘാടനം, അതും കണ്ണൂരിൽ. ഉദ്ഘാടനം ചെയ്യാൻ കൊണ്ടുവന്നത് CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം. എങ്ങനെയുണ്ട് മനോരമ? ഏതെങ്കിലും ഒരു പത്രത്താലും EK നായനാർ ജീവിച്ചിരുന്ന കാലത്ത് EK നായനാരെ കുറിച്ച് നല്ലൊരു വാർത്ത പറയാറുണ്ടോ? ഇപ്പോഴത്തെ പ്രശ്നത്തെ പാർട്ടി നേതാക്കൾ ആരും ചിരിക്കാറില്ല. ചിരിച്ച തീരോ പ്രശ്നം. കുഞ്ഞാലിക്കുട്ടി എത്ര നല്ല ചിരിയാ! ഇതുപോലെ ചിരിക്കുന്ന വേറൊരാളുണ്ടോ? ചിരിയാണോ മാനദണ്ഡം? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ ഡോക്ടർ മൻമോഹൻ സിംഗ്? ഇന്ന് വരെ ചിരിച്ചു നിങ്ങൾ ആർക്കെങ്കിലും കണ്ടിട്ടുണ്ടോ? അതിലീ മനോരമയ്ക്ക് വിഷമമില്ലല്ലോ, അതിലീ മാതൃഭൂമിക്ക് ഒട്ടും വിഷമമില്ലല്ലോ, അതിൽ ഇന്ത്യ വിഷന് വിഷമമില്ലല്ലോ. 1000 വട്ടം കേരള മനസാക്ഷിക്ക് മുമ്പിൽ ഞങ്ങൾ പറയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പറയും, ഞങ്ങൾക്ക് മാത്രമേ അങ്ങനെ പറയാനും കഴിയൂ. പക്ഷേ അതിന്റെ പേരിൽ നിങ്ങൾ ഈ കള്ള അന്വേഷണം നടത്തി പാർട്ടിയുടെ നേതാക്കളെ ഓരോരുത്തരെയായി കൊണ്ടുവന്നു ജയിലിനകത്തേക്കായി കൊണ്ടിടാൻ പോകുമ്പോഴേ ഇവിടെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, TP ചന്ദ്രശേഖരന്റെ മതത്തെ കുറിച്ച്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചുവന്ന പട്ടിൽ പൊതിഞ്ഞ TP ചന്ദ്രശേഖരന്റെ വിലാപയാത്ര കടന്നു പോകുമ്പോൾ എല്ലാ മാധ്യമങ്ങളും കൊടപിടിച്ച് ചെമ്പു നിന്ന് തത്സമയം ആലോകരയത് കാട്ടിക്കൊടുത്തെങ്കിൽ
ഇതുപോലെ ഈ രക്തപതാക പുടപ്പിച്ചിട്ടെത്ര മനുഷ്യരെ ഇതുവഴി കൊണ്ടുപോയി. എനിക്ക് ഓർമ്മയുണ്ട്, കുറെ നാളുകൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ഞങ്ങൾ രണ്ട് കൈയും നെറ്റിയേറ്റ് വാങ്ങി ഇതുവഴി കൊണ്ടുപോകുമ്പോൾ ചുവന്ന പട്ടിൽ പൊതിഞ്ഞിരുന്നു ഇതുപോലൊരു പതാക പുതപ്പിച്ചിരുന്നു സഖാവ് അജയ് പ്രസാദിന്. തിരുവനന്തപുരത്ത് മോർച്ചറിയിൽ നിന്നും ഞങ്ങൾ ഏറ്റുവാങ്ങി കരുനാഗപ്പള്ളിയിൽ കൊണ്ടുവന്ന് ഞങ്ങളടക്കം ചെയ്തു പിരിയുന്നത് വരെ ഒരു മാധ്യമ സംഘത്തിന്റെ വാഹന വ്യൂഹവും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. ഞങ്ങളെ ഇന്ന് വേട്ടക്കാരെന്ന് വിളിച്ചു പറയുന്നവരോട് ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങളെയല്ലേ നിങ്ങൾ കൊണ്ടെറിഞ്ഞത്? CPIM-ന്റെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലിരിക്കുമ്പോഴല്ലേ സഖാവ് പി ജയരാജനെ RSS-കാർ വെട്ടിയരിഞ്ഞിട്ടത്? ഇന്ന് TV ചർച്ചകളിൽ വന്നിരുന്ന RSS-കാരൻ വാസവദത്തയുടെ ചാരിറ്റി പ്രസംഗം നടക്കുമ്പോഴേ കേരളം ലജ്ജിച്ചു തലതാട്ടുകയാണ്. അന്നേതെങ്കിലും ഒരു മാധ്യമ കൊലയാളികളെ പിടിക്കുവാൻ പറയണമെന്നോ? CPIM-ന്റെ തലമുതിർന്ന നേതാവ് ഇപ്പൊ ബോഡി ലാംഗ്വേജ് മോശം ഏറെ പറയുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ സഖാവ് EP ജയരാജൻ. ബോഡി ലാംഗ്വേജ് മോശം, ആ ബോഡിക്കകത്തൊരു സാധനം ഇരിപ്പുണ്ട്, വെടിയുണ്ട് എന്നാ പേര്. അതും പേറിക്കൊണ്ടാ നടക്കുന്ന ശരീരത്തിൽ. MLA ആയിരിക്കുമ്പോൾ, CPIM-ന്റെ കേരളത്തിലെ തലമുതിർന്ന നേതാവായിരിക്കുമ്പോൾ, നിയമസഭാ സാമാജികനായിരിക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, ഇപ്പോഴും പലതരം കുറ്റകൃത്യങ്ങൾ കണ്ട നമ്മളെ വെട്ട് കാണാറുണ്ട്, വെട്ടിക്കൊല്ലുന്നത് കാണാറുണ്ട്, കത്തിക്കുത്ത് കാണാറുണ്ട്. തോക്കെടുത്ത് വെടിവെക്കുക എന്ന് പറഞ്ഞാൽ TV-യിൽ മാത്രം കാണാറുള്ള കേരളത്തിൽ ഇപ്പോഴും അത്യധികം അങ്ങ് പ്രചരിക്കാത്ത ഒരു ഗുണ്ടായേർപ്പാടാണെന്ന്. തോക്കെടുത്ത് വെടിവെച്ചു കൊള്ളുക, വിറയ്ക്കാതെ തോക്ക് പിടിക്കാൻ കഴിയുന്ന ഗുണ്ടാ സംഘത്തെ പടച്ചെടുക്കുക. ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ CPIM-ന്റെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ സഖാവ് പി ജയരാജനെ കൊന്നെറിയുവാൻ വേണ്ടി വാടക കൊലയാളികൾ രണ്ടുപേരുടെ കയ്യിൽ തോക്ക് കൊടുത്തു വിട്ട് ഗൂഢാലോചന നടത്തി CPIM-ന്റെ നേതാവിനെ കൊന്നെറിയാൻ പരിശ്രമിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നു, ഇതുപോലെ കൊലക്കത്തിയുടെ മുമ്പിൽ നിന്ന്, വെടിയൊച്ചയുടെ നടുവിൽ നിന്ന് ജീവിതത്തിലേക്ക് മടങ്ങി വന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കല്ലും മുള്ളും നിറഞ്ഞ പാളയോരങ്ങളിൽ വീണ്ടും നിലയുറപ്പിച്ച CPIM-ന്റെ വർത്തമാനകാലത്തെ നേതാക്കളെ ചൂണ്ടി ഞങ്ങൾ ചോദിക്കുന്നു, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസ് പട്ടിക്കൽ എപ്പോഴെങ്കിലും ഇതുപോലെ ഒരു നേതാവിനെ നിങ്ങൾക്ക് കാട്ടിത്തരാൻ പറ്റുമോ? ഏതെങ്കിലും ഒരാളുണ്ടോ? CPIM-ന്റെ പ്രവർത്തകരെ മാത്രമല്ലല്ലോ. ഒരിക്കൽ RSS-കാർ കണ്ണൂരിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ട്യൂബ് ലൈറ്റുകൾ വേണ്ട, ട്രാൻസ്ഫോർമറുകളെ മതി. ഇന്ന് പറഞ്ഞ മുല്ലപ്പള്ളി പറഞ്ഞ അതേ സ്വരം വർഷങ്ങൾക്ക് മുമ്പ് RSS പറഞ്ഞിട്ടുണ്ട്. പരൽ മീനുകളല്ല, വലിയ മത്സ്യങ്ങളെ ഞങ്ങൾ പിടിക്കുമെന്ന് നിങ്ങൾ എന്ന് പറയുമ്പോൾ, ഭരണത്തിന്റെ പറവിൽ കയ്യാമം കൊണ്ട് നിങ്ങൾ വരുമ്പോൾ, മുല്ലപ്പള്ളി നീ മറന്നു പോകരുത്. പരൽ മീനുകളെ വേണ്ട, വലിയ മത്സ്യങ്ങളെ മതിയെന്ന് നിങ്ങൾ പറയുമ്പോൾ, വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് RSS ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, വേണ്ട ഞങ്ങൾക്ക് ചെറിയ ബൾബുകളെ വേണ്ട, ട്രാൻസ്ഫോർമറുകളെ മതി എന്ന് പറഞ്ഞ സഖാവ് കൊടിയേരി ബാലകൃഷ്ണന്, CPIM-ന്റെ കാലത്തെയും കരുത്തുറ്റമരക്കാരൻ സഖാവ് പിണറായി വിജയന്, പിന്നെ കേരളത്തിലെ സഖാവ് പി ജയരാജന്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലമുതിർന്ന നേതാക്കൾക്ക് മരണ വാറണ്ട് വിധിച്ചു കടന്നു വന്ന RSS-ന്റെ കാപാലിക സംഘത്തിന് മുമ്പിൽ ശിരസുയർത്തിപ്പിടിച്ചു നടന്നു കയറിയ പാരമ്പര്യമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സെന്ന് മറന്നു പോകുന്നത്. വന്നിറങ്ങുകയാണ് ഞങ്ങളെ കൊല്ലാനേ, ഞങ്ങളെ ആക്രമിക്കാൻ വരാ പഴയ പാർട്ടികളുള്ള. ഏത് കാലത്തെ പാർട്ടിയാ? 1957-ൽ EMS-ന്റെ ഒന്നാം മന്ത്രിസഭ പൂർണ്ണൂൽ കത്തിച്ച ചാരം പൗരോഹിത്യത്തിന്റെ മുഖത്തേക്ക് വലിച്ചൊറിഞ്ഞു. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ BA ചരിത്ര വിഭാഗം ക്ലാസ് മുറിയിൽ നിന്നും സിദ്ധാർത്ഥ രാജകുമാരനെ പോലെ ഇറങ്ങി നടന്ന് കേരളത്തിന്റെ ജനമനസ്സുകളിൽ അഭയം തേടി. കേരള ജനമനസ്സുകൾ കരളിന്റെ കഷണമായി ഹൃദയത്തിൽ വെച്ച് സൂക്ഷിച്ച് 1957 ഏപ്രിൽ 5-ന് തിരുവനന്തപുരത്ത് ദർബാർ ഹാളിൽ സത്യവാചകം ചൊല്ലി അധികാരമേറ്റെടുത്ത EMS-ന്റെ ഒന്നാം മന്ത്രിസഭ ചരിത്രത്തിൽ എന്ത് തെറ്റാണ് ചെയ്തത്? ചരിത്രത്തിൽ എന്ത് തെറ്റായിരുന്നു ചെയ്തത്? ഒന്നാം EMS മന്ത്രിസഭയെ പിരിച്ചുവിടുന്നത് ഒരു കാരണമായ വിമോചന സമരം. ആ വിമോചന സമരം മൂർധന്യത്തിൽ നിൽക്കുന്ന ഒരു സന്ദർഭം. കേരളം സന്ദർശിക്കുവാൻ വേണ്ടി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നു.
തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയ നെഹ്റുവിന്റെ വാഹനവ്യൂഹം വെള്ളയമ്പലത്ത് രാജ്ഭവനിലേക്ക് കടന്നു പോകുന്ന വഴിയിൽ റോഡിന്റെ ഇരുവശവും ഒരു പിടി പൂഴിയെടുത്ത് അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞാൽ ഒരു തരിമ്പ് പോലും താഴെ വീഴാത്ത നിലയിൽ ജനനിബിഡമായിരുന്നു. ഒരു ചാറ്റൽ മഴയുള്ള ദിവസമായിരുന്നു അന്നു ചരിത്രം. ചാറ്റൽ മഴ നനഞ്ഞു. ആ പുരുഷാരമൊക്കെയും മണിക്കൂറുകൾ കാത്തുപോകുന്നു. അവരുച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. അവരുടെ മുഴുവൻ പേരുടെ കൈകളിലും പെട്ടികളും പ്ലക്കാർഡുകളും ഉണ്ടായിരുന്നു. അവരുടെ മുദ്രാവാക്യം, അവരുടെ പ്ലക്കാർഡിലെ മുദ്രാവാക്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്, അല്ലയോ മിസ്റ്റർ നെഹ്റു, ഈ ജനവിരുദ്ധ സർക്കാരിനെ പിരിച്ചുവിടൂ എന്ന മുദ്രാവാക്യമായിരുന്നു. ഈ കാഴ്ചയൊക്കെയും കണ്ട് വെള്ളയമ്പലത്ത് രാജ്ഭവനകത്തേക്ക് കടന്നു ചെന്നിട്ട് EMS എന്ന കേരള മുഖ്യമന്ത്രിയെ വിളിച്ചിരുത്തി ചോദിച്ചു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നെഹ്റു, അല്ലയോ മിസ്റ്റർ നമ്പൂതിരിപ്പാട്, ഈ ചുരുങ്ങിയ കാലം കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും ജനങ്ങളെ ശത്രുക്കളാക്കി തീർത്തത്? EMS നമ്പൂതിരിപ്പാട് 1957 ഏപ്രിൽ 5 മുതൽ അന്ന് വരെ നെഹ്റുവുമായി സംസാരിക്കുന്നത് വരെയുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെടുത്ത തീരുമാനങ്ങളും ബില്ലുകളും ഒക്കെ എടുത്ത് മുൻപോട്ട് വെച്ചു. പറഞ്ഞു, ഇതൊക്കെയാണ് ഞങ്ങളെ എതിരാളികളാക്കി മാറ്റിയത്. പിന്നെ അന്നത്തെ മുഴുവൻ വർത്തമാന പത്രങ്ങളും എടുത്ത് മുന്നോട്ട് നിവർത്തിപ്പിടിച്ചു പറഞ്ഞു, അതിനു കാരണമായത് ഈ മാധ്യമങ്ങളൊക്കെയാണ്. EMS പറഞ്ഞു, അല്ലയോ മിസ്റ്റർ നെഹ്റു, ഇന്ത്യൻ ഭരണഘടന മനഃപ്പാഠമാണെങ്കിൽ ആ ഇന്ത്യൻ ഭരണഘടനയുടെ ഏതെങ്കിലും ഒരു തത്വത്തിന്, ലക്ഷ്യത്തിന് എതിരായി, ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ താല്പര്യത്തിനെതിരായി ഇതിലേതെങ്കിലും ഒരു നിയമമുണ്ട് എങ്കിൽ, നിയമത്തിലെ ഏതെങ്കിലും ഒരു അനുച്ഛേദമുണ്ട് എങ്കിൽ ഞങ്ങൾ ആ നിയമം തന്നെ കത്തിച്ചു കളയാൻ തയ്യാറാണ്. അങ്ങക്കൊന്ന് കാട്ടിത്തരാറുണ്ടോ എന്ന് ചോദിച്ചു. നെഹ്റു മൊത്തവും പരിശോധിച്ചു, സമയമെടുത്ത് പരിശോധിച്ചു. ഒന്നുമുണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ ആദ്യമായി മനുഷ്യന് മണ്ണ് കൊടുക്കാനുള്ള നിയമം, ജന്മിയുടെ മാടത്തിൽ നിന്നും ഇറങ്ങിപ്പോകാൻ, ജന്മിയുടെ കുട്ടിക്കിടപ്പ് സ്ഥലത്ത് നിന്നും ഇറക്കിവിടാൻ ഒരു ജന്മി വന്നാൽ അരുതെന്ന് പറയുവാൻ കഴിയുന്ന നിയമം, കുടി ഒഴിപ്പിക്കൽ നിരോധന നിയമം. നിന്നെ കാണാൻ എന്നെക്കാളും തത്വം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ല? കാരണം കുഞ്ഞിപ്പെണ്ണിന്റെ കഴുത്തിൽ മിന്നില്ല, കാതിൽ മിന്നില്ല, കെട്ടിച്ചു വിടാൻ സ്ത്രീധനമില്ല. സ്ത്രീധനം വാങ്ങരുത്, ചോദിക്കരുത്. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അത് കൊടും കുറ്റമാണെന്ന് എഴുതി വെച്ച് ഇന്ത്യയിലാദ്യമായൊരു നിയമം കൊണ്ടുവന്ന സർക്കാർ ആ നിയമം ഉൾപ്പെടെ എല്ലാം പരിശോധിച്ചു. പണമുള്ളവന് മാത്രം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞപ്പോൾ, പഠിക്കുവാൻ നിങ്ങൾ പണം തരണം, ബെഞ്ചുണ്ടാക്കാൻ ഓലമേയാൻ, പിന്നെ ചോക്ക് പീസ് വാങ്ങാൻ, ബ്ലാക്ക് ബോർഡ് വാങ്ങാൻ, മാഷിന് ശമ്പളം കൊടുക്കുവാനൊക്കെ പണം വേണമെന്നും, ആ പണം കക്കുന്ന മരം ഞങ്ങൾ മാനേജർമാരുടെ വീട്ടിലില്ല എന്നും, അതുകൊണ്ട് പണം കൊണ്ടുവരാതെ നിന്നെയൊക്കെ പഠിപ്പിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞ സ്കൂൾ മാനേജർമാരുടെ മുഖത്ത് നോക്കി ജോസഫ് മുണ്ടശ്ശേരി എഴുതി വെച്ച നിയമം, വിദ്യാഭ്യാസ ബില്ലിലെ നിയമം പറഞ്ഞു, ഇങ്ങനെ നിനക്കോലമേയാനുള്ള പണം, ബെഞ്ചും ഡെസ്കും ഉണ്ടാക്കുവാനുള്ള പണം, നിനക്ക് മാഷിനും മാന്യമായി ശമ്പളം കൊടുക്കുവാനുള്ള പണം ഞങ്ങൾ സർക്കാർ തരും, നീ കുഞ്ഞുങ്ങളെ സൗജന്യമായി പഠിപ്പിക്കണമെന്ന് പറഞ്ഞ വിദ്യാഭ്യാസ നിയമം. മനോരമയോടും മാതൃഭൂമിയോടും ഞങ്ങൾ ചോദിക്കുന്നു, ഇതൊക്കെ ആയിരുന്നില്ലേ എന്ന്. ആ നിയമപുസ്തകങ്ങളൊന്നാകെ എടുത്തു വെച്ച് പറിച്ചു നോക്കി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഹസ്തദാനം ചെയ്ത് EMS നമ്പൂതിരിപ്പാടിനോട് പറഞ്ഞു, ഈ ഗവൺമെന്റിനെ ഓർത്ത് ഞാൻ അഭിമാനിക്കുകയാണെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് അതൊന്നുമായിരുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്ന് മുഴുവൻ മാധ്യമങ്ങളും നെഹ്റുവിന്റെ ശ്രദ്ധ ക്ഷണിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് എഡിറ്റോറിയൽ മാറ്റിവെച്ചത്. അതിൽ മലയാള മനോരമ ഒരു പടി കൂടി കടന്നു. എന്തെന്നറിയോ? 20 ലക്ഷത്തിന്റെ കോപ്പികൾ കടന്നുവെന്ന് അഭിമാനിക്കുന്ന മലയാള മനോരമയുടെ ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം ഇംഗ്ലീഷിൽ എഡിറ്റോറിയലിൽ അതന്നായിരുന്നു. എഡിറ്റോറിയലിന്റെ തലക്കെട്ടതായിരുന്നു കേരള അജിറ്റേഷൻ ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കേരളത്തിൽ നടക്കുന്ന വിമോചന സമരവും ഇന്ത്യൻ ഭരണഘടനയും, ഇന്ത്യൻ ഭരണഘടനയുടെ ഓരോ അനുച്ഛേദവും എടുത്തു വെച്ച് മലയാള മനോരമയുടെ എഡിറ്റർ എഴുതുകയാണ് എഡിറ്റോറിയൽ. ഈ അനുച്ഛേദങ്ങൾ ഉപയോഗിച്ച് കേരള ഗവൺമെന്റിനെ പിരിച്ചുവിടുന്നതിന് ഒരു തടസ്സവുമില്ലെന്ന് നെഹ്റുവിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മലയാളത്തിലൂടെ ആരെങ്കിലും തർജ്ജമ ചെയ്യുമ്പോൾ അതിലൂടെ ആശയം ചോർന്നു പോകാൻ പാടില്ലല്ലോ. എങ്ങനെയുണ്ട് ഐഡിയ? വാട്ട് ആൻ ഐഡിയ സർജി എന്നെല്ലാം പറയുന്ന കാര്യത എന്തോ ഐഡിയ. അങ്ങനെ നെഹ്റുവിനെ പഠിപ്പിച്ചവരായവര് മലയാള മനോരമ എഴുതി പിടിപ്പിച്ചു.
എന്തെല്ലാമാണ് നിങ്ങളെന്ന് എഴുതിയേ? എന്തെല്ലാം കാര്യങ്ങളാണ് എഴുതിയ അന്ന് കേരളത്തിലെ? ഒരിക്കൽ KPCC പ്രസിഡന്റ് ആയിരുന്ന ഒരു മനുഷ്യൻ എഴുതിയ ഒരു എഴുത്ത 3.5 സെന്റ് എന്ന ഒരു പുസ്തകത്തിന്റെ പേര്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ തുടർന്നാൽ കേരളത്തിന്റെ ഭൂമിയാകെ വീതിച്ചെടുക്കും. അങ്ങനെ അന്ന് കേരളത്തിലെ ജനസംഖ്യയും കേരളത്തിലാകെയുള്ള ഭൂമിസ്ഥിതിയും എടുത്തു നോക്കുമ്പോൾ ഒരു തലയ്ക്ക് 3.5 സെന്റ് വെച്ച് കിട്ടും. അങ്ങനെ എല്ലാവർക്കും 3.5 സെന്റ് വീതം കിട്ടും. എന്റെ ഭാര്യ, നിങ്ങളുടെ ഭാര്യ, ഈ നാട്ടിലെ പെങ്ങന്മാർ എല്ലാവരെയും പൊതുസ്വത്തായി പ്രഖ്യാപിക്കും. മനോരമ എഡിറ്റോറിയൽ എഴുതി കുപ്രസിദ്ധിയാർജിച്ച കരിപുരണ്ടയായ എഡിറ്റോറിയലിൽ മനോരമ കറുത്ത അക്ഷരം കൊണ്ട് എഴുതി പിടിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു: പള്ളിമേടകളിലെ മണിയൂച്ചകൾ നിലക്കും. ഇനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ തുടർന്നാൽ ബൈബിളുകൾ ചുട്ടുചാമ്പലാക്കപ്പെടും. വിശ്വാസത്തിന്റെ മണിയൂച്ചകൾ, വിശ്വാസത്തിന്റെ ഒടുവിലത്തെ തുടുപ്പിനെയും അറുത്തുമാറ്റും കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ. ഇവരെ 5 വർഷം ഭരണം നടത്തുവാൻ അവസരം കൊടുത്താൽ ഭരണത്തിന്റെ എല്ലാ തലങ്ങളും ഇവർ സഖാക്കളെ കൊണ്ട് നിറയ്ക്കും. പിന്നെ ഒരാൾക്കും അധികാരത്തിൽ വരാൻ കഴിയാത്ത നിലയിൽ കേരള ഭരണത്തെ ഇവർ തട്ടിയെടുക്കും. ഇതായിരുന്നില്ല എഴുതി പഠിപ്പിച്ചു. 1959 ജൂലൈ മാസം 31 EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ടതിനു ശേഷം ഓഗസ്റ്റ് ആദ്യവാരത്തിൽ ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇന്ത്യയിൽ നിന്നും പറഞ്ഞേക്കുവാനുള്ള തുടർ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുമെന്ന് പറഞ്ഞത് ആർശങ്കറും പിന്നെ മന്നത്ത് പത്മനാഭനും മനോരമയും ഒക്കെ ആയിരുന്നു. എന്തായിരുന്നു ചെയ്തത്? എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടാണോ? പഴയ പാർട്ടി കൊള്ളാം, ഇന്നത്തെ പാർട്ടി മോശമെന്ന് വിവരിക്കുന്ന മനോരമയോട് ഞങ്ങൾ ചോദിക്കുന്നു, ആ EMS എന്ന യുഗപ്രഭാവനെ കുറിച്ച് നിങ്ങൾ ജീവിത മുഹൂർത്തങ്ങൾ പല ഘട്ടങ്ങളായി നിങ്ങളുടെ ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ ഫോട്ടോകൾ കൊണ്ടുന്ന കമ്മ്യൂണിസ്റ്റ് മനസ്സുകളിൽ, EMSനെ സ്നേഹിക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരന്റെ മനസ്സുകളിൽ കച്ചവടത്തിൽ വെക്കുന്ന മനോരമയോട് ഞങ്ങൾ ചോദിക്കുന്നു, ആ EMS മന്ത്രിസഭയെ പിരിച്ചുവിടുവാൻ വേണ്ടി വിമോചന സമരത്തിൽ നിങ്ങൾ അമേരിക്കയിൽ നിന്നും പണം വാങ്ങി പ്രവർത്തിച്ചതിന്റെ കുംഭസാരക്കൂട്ടിൽ കയറി കുംഭസരിക്കാൻ ഇപ്പോഴെങ്കിലും തയ്യാറുണ്ടോ മനോരമയെ ഞങ്ങൾ ചോദിക്കുകയാണ്. ഇതായിരുന്നു കേരളത്തിന്റെ ചരിത്രം. ഈ നല്ല നാടിനോട് ഈ പൊതുയോഗങ്ങളിലൂടെ ഞങ്ങൾ പറയുന്നത് ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്നാണ്. ഞാൻ സുദീർഘമായി കടന്നു പോകുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാക്കൾ അത്യധികം ജാഗരൂകമായിരിക്കണം. നിങ്ങൾ നോക്കൂ, നുണകളുടെ പിരമിഡ് ഗോപുരങ്ങൾ തീർത്തുവെക്കുകയാണ്. ചന്ദ്രശേഖരനെ കൊല്ലേണ്ട എന്ത് കാര്യമാണ് നമുക്കുള്ളത്? ഈ പാർട്ടി വിട്ട് എത്ര പേര് പോയിട്ടുണ്ട്? അങ്ങനെ പോയ ആരെങ്കിലും നമ്മളാരെങ്കിലും കൊന്നിട്ടുണ്ടോ? എങ്കിൽ MP രാഘവൻ ഉണ്ടാകുമായിരുന്നോ? KR ഗൗരിയം ഉണ്ടാകായിരുന്നോ? ഈ പാർട്ടി വിട്ട് കടന്നു പോയ ഒരാളെയും ഞങ്ങൾ തകർന്നിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മൈക്കെല്ലാം മാറ്റിവെച്ച് ഒരു സ്വകാര്യ സംഭാഷണം എന്ന നിലയിൽ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. അത് പ്രഭാഷണത്തിന്റെ ഭാഗമായി നിങ്ങൾ ചന്ദ്രശേഖരനെ ഞങ്ങൾ കൊല്ലില്ല. ഇനി അഥവാ കൊല്ലേണമെങ്കിൽ ആ സമയത്ത് വന്നു ചന്ദ്രശേഖരൻ പാസ്പോർട്ടും വിസയെല്ലാം സ്റ്റാമ്പ് ചെയ്ത് ഗൾഫിൽ പോകാൻ നിന്ന ആളല്ലേ ജൂൺ മാസം 2 മുമ്പ് പെട്ടെന്ന് ആ കൃത്യം നിർവഹിക്കാൻ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നേതൃത്വം പറഞ്ഞുകൊണ്ട് CPM ആണ് ഈ കൊലപാതകം നടത്തിയതെന്ന് 40 വട്ടം പ്രവചിക്കുന്ന മനോരമയോടും മാതൃഭൂമിയോടും പിന്നെ മാധ്യമ പരീക്ഷകളോടും കോൺഗ്രസിനോടും മുല്ലപ്പള്ളിയോടും ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരത്തെ ഞങ്ങളെ പുറകിൽ നിന്നും കുത്തിമലർത്തി ഞങ്ങളെ വിട്ട് കോൺഗ്രസിനൊപ്പം ചെക്കേറിയങ്ങ് നെയ്യാറ്റിൻകരയിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ഞങ്ങളുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി മത്സരിക്കാൻ വന്നപ്പോൾ ഏത് വിധേനയും മതിയാനെ പരാജയപ്പെടുത്തണമെന്ന ഒരൊറ്റ ലക്ഷ്യത്തോടുകൂടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരന്റെ ഓരോ ഹൃദയമിടിപ്പം തുടിച്ചാഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ CPM എന്ന ഈ പ്രസ്ഥാനം ഇതുപോലെ ഒരു രാഷ്ട്രീയ മണ്ടത്തരം ചെയ്യാൻ മാത്രം ഉണ്ണാക്കന്മാരാണെന്ന് ഈ നാട്ടിൽ ഏതെങ്കിലും ഒരാൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ആരെയെങ്കിലും കൊന്നതുകൊണ്ട് ഒരു പ്രസ്ഥാനത്തെ തകർത്തെറിയാമെന്ന് ഞങ്ങൾ കരുതോ? തോക്കും കുഴലിലൂടെ വിപ്ലവം എന്ന് പറഞ്ഞു മുമ്പിൽ കാണുന്ന ഒരു പിടി ജമ്മിമാരുടെ ജീവൻ എടുത്താൽ നമുക്ക് കമ്മ്യൂണിസം സ്ഥാപിക്കാം, സോഷ്യലിസം സ്ഥാപിക്കാം, വിപ്ലവം പൂർത്തിയാകാമെന്ന് പറഞ്ഞ് ഞങ്ങളോട് കലഹിച്ചിറങ്ങിപ്പോയവരുണ്ട്. അവരെ ഒറ്റപ്പെടുത്തിയവരാ ഞങ്ങളുടെ പാർട്ടി. ജനകീയ ജനാധിപത്യ വിപ്ലവത്തിന്റെ തത്വങ്ങളിൽ ഊന്നി നിന്ന് ഈ കേരളത്തിൽ രാജ്യത്ത് ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് വിശദമാക്കി ആയുധങ്ങൾ മാറ്റിവെച്ച ആയുധങ്ങളല്ല അക്ഷരങ്ങളും പിന്നെ അതോടൊപ്പം ആശയങ്ങളും കൊണ്ട് ജനങ്ങളോട് ഇതുപോലെ സംവദിച്ച് ഈ പാർട്ടിയെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ആയുധത്തിന് അടിമപ്പെടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആയുധം കൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ആശയത്തെ ഉച്ചാടനം ചെയ്യാൻ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഈ ഭൂമുഖത്ത്
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഒരു പതാകയോ ഒരു പ്രവർത്തകനോ ഒടുവിലത്തെ തരുമ്പോ ഒരു ആശയമോ ഇന്ന് അവശേഷിക്കുമായിരുന്നു. എല്ലാം കടലെടുത്തു പോകുമായിരുന്നില്ലേ? അത്രയേറെ സായുധാക്രമണങ്ങളെ നേരിട്ട് വന്ന ഞങ്ങൾ, കൊലക്കയറുകളെ അതിജീവിച്ച് ഞങ്ങൾ ഈ പണി ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എഴുതി പിടിപ്പിക്കുക. ഓ, എന്തല്ല എഴുതി പിടിപ്പിക്കുന്നേ? 9:15 നടന്ന സംഭവം, 10:15 നടന്ന സംഭവം 10:45 മുല്ലപ്പള്ളി പറയാ CPM ചെയ്യുന്നെങ്കിൽ മുല്ലപ്പള്ളിയല്ലേ ആദ്യം ചോദ്യം ചെയ്യണ്ടേ? പോലീസ് പോലും കേസെടുക്കുന്നതിന് മുമ്പ്, ഒരാൾ പോലും പറയുന്നതിന് മുമ്പ് ദൃക്സാക്ഷിയിൽ ഒരാളുമില്ല, ബോഡി പോലും എത്തിയില്ല, പോസ്റ്റ്മോർട്ടം ചെയ്തില്ല, ബോഡി മോർച്ചറിയിൽ പോലും എത്തിയില്ല, ആശുപത്രിയിൽ പോലും ബോഡി എത്തുന്നതിന് മുമ്പ് ഡൽഹിയിൽ നിന്നൊരാൾ മുല്ലപ്പള്ളി പറയുന്നു CPM കൊന്നു. പിന്നെ ഇങ്ങോട്ട് അന്വേഷണമായി. അന്വേഷണത്തിന് ഒരു ഘട്ടത്തിൽ നിങ്ങളെല്ലാവരും കേട്ടതല്ലേ, DGP പറയുന്നതല്ലേ സ്വകാര്യ ലാഭത്തിന് വേണ്ടി ആരോ ചെയ്ത കൃത്യമാണെന്ന്. അപ്പം പൂട്ടി DGPന്റെ നിർത്താപ്പുറത്ത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ആഭ്യന്തരമന്ത്രി പങ്കെടുത്തു. KPCC പ്രസിഡന്റ് പങ്കെടുത്ത ചരിത്രം കേരളത്തിൽ എപ്പോഴുണ്ടോ? ആദ്യം പറഞ്ഞ പേരേതാ? ഒരു റഫീഖ്. ഇപ്പൊ എന്താ റഫീഖിന്റെ പേര് പറയാത്തെ? റഫീഖ് പോവന്റെ അനിസ്പ്രയുടെ പരസ്യം പറയായി പൊടി പോലെയുള്ള കണ്ടുപിടിക്കാൻ ഇപ്പൊ എവിടെ അത് റഫീഖിനെ കുറിച്ച് ആർക്കറിയില്ല. ഒരു നവീൻ ദാസിന്റെ പേര് പറഞ്ഞു, അയാളുടെ വണ്ടിയാണ് അത്ര ഉപയോഗിച്ചതെന്ന് പറഞ്ഞു. നവീൻ ദാസ് CPM നേതാവാണെന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കൂ, ആദ്യം മുതൽ മലയാള മനോരമയും മാതൃഭൂമി എഴുതി പിടിപ്പിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒടുവിലത്തെ ഫോൺ കോൾ ആരുടെ? ഇപ്പോ അത് അന്വേഷിക്കേണ്ട കാര്യമില്ല. ചന്ദ്രശേഖരൻ എന്നും പോണ വഴി കൂടെ അല്ല പോയത്. അന്നേ ദിവസം വഴിമാറ്റിയത് ഒടുവിൽ വന്നൊരു ഫോൺ കോളാ. ഇപ്പൊ ആ ഫോൺ കോളിനെ കുറിച്ച് മിണ്ടുന്നില്ല. മാതൃഭൂമിയുടെ 1-ാം പേജിലെ വാർത്തയായിരുന്നു ഒരു ദിവസം. ആ ഫോൺ കോളിനെ കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. അതോടുകൂടി അന്വേഷണത്തിന്റെ എല്ലാ പഴുതും പൂർത്തിയാകുമെന്ന് പറഞ്ഞ മാതൃഭൂമി തൊട്ടടുത്ത ദിവസം തിരുത്തി എഴുതി. ഒരു ഘട്ടത്തിലായിരുന്നു ഇടുത്തി വീണതുപോലെയായിരുന്നു ശത്രുക്കൾക്ക് 1957 ഞങ്ങളുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ, അതുപോലെ കേരളത്തിന്റെ ചരിത്രഗതിയെ അതിശയിപ്പിച്ച തിരഞ്ഞെടുപ്പ് ഫലമായിരുന്നില്ലേ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം? സാധാരണ പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ കഴിയുന്നതാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം. ഞങ്ങൾ ഭരണപക്ഷത്തായിരുന്നു. മുഴുവൻ സാമുദായിക ശക്തികളും ഞങ്ങൾക്കെതിരായിരുന്നു. NSS മുതൽ DHRM വരെ മുഴുവൻ സാമുദായിക ശക്തികളും CPM-നും ഇടതുപക്ഷത്തിനുമെതിരെ. കേരളത്തിലെ മുഴുവൻ സംഘടിത വാർത്താ മാധ്യമങ്ങളും ഞങ്ങൾക്കെതിരെ. എന്നിട്ടും എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. തൊട്ടപ്പുറത്ത് പാറശാലയിൽ സഖാവ് ആനാവൂർ നാഗപ്പൻ 500 വോട്ടിന് പരാജയപ്പെടുമ്പോൾ, തൃശൂർ മണലൂരിൽ സഖാവ് KB ജോൺ 200-ൽ താഴെ വോട്ടിന് പരാജയപ്പെടുമ്പോൾ, അവിടെ സഖാവ് MM ജേക്കബ് 100 വോട്ടിന് താഴെ പരാജയപ്പെടുമ്പോൾ, ഈ 3 മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്യാൻ അസുഖം കാരണം, അസൗകര്യം കാരണം പോളിംഗ് ബൂത്തിൽ എത്തിച്ചേരാൻ കഴിയാതിരുന്ന തനി മാർക്സിസ്റ്റ് വോട്ടുകൾ മാത്രം വന്നു ചെയ്തിരുന്നുവെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഗതി എത്ര കണ്ടു മാറിയൊഴുകുമായിരുന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. പെരും നുണകൾ കൊണ്ട് ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചിട്ട്, ഇത്രയും സാമുദായിക ശക്തികൾ ഒരുമിച്ചു നിന്ന് പത്മവ്യൂഹം തീർത്തിട്ട് ഞങ്ങളെ തൊടാൻ പോലും കിട്ടിയില്ല. അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഭരണപക്ഷത്തിരുന്നു കൊണ്ട് കേരള ചരിത്രത്തിൽ ആദ്യമായി വിജയത്തോടടുത്തു ചെന്ന് പരാജയപ്പെടേണ്ട ഒരവസ്ഥയിൽ വിജയവും പരാജയവും തമ്മിലുള്ള അകലം ഒരു ചെറിയ രേഖയായി മാറി. എന്നിട്ടും നിങ്ങൾ നോക്കൂ, ഏറ്റവും അധികം അക്രമത്തിന് വിധേയമായ CPIM കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറി എന്നും നിങ്ങൾ നോക്കേണ്ടതുണ്ട്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതീക്ഷക്കപ്പുറം വളരുകയാണ്. അതുകൊണ്ട് CPIM-നെ എങ്ങനെയാ തകർക്കാൻ പറ്റുക? CPM-നെ നന്നാക്കാമെന്ന് പറഞ്ഞത് തകർക്കാം. നന്നാക്കാമെന്ന് പറഞ്ഞ് തകർക്കുമെന്ന് പറഞ്ഞാൽ വേറെ അങ്ങ് പറ്റില്ലല്ലോ. കമ്മ്യൂണിസ്റ്റുകാരികൾ അക്രമകാരികളാണെന്ന ഒരു പ്രതീതി പടർത്തുകയാണ്. മലയാളികളുടെ മനസ്സിന്റെ ക്യാൻവാസിൽ ഒരു ചിത്രം കോറിയിടുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാല് വടിപാട് വെട്ടത്തി പിന്നെ പടക്ക്. ഇതിന്റെയൊക്കെ ആൾക്കാരാ, കുഴപ്പക്കാരാ, ആളുകളെ കൊല്ലുന്നവരാ. നിങ്ങൾ നോക്കൂ, നേരത്തെ ഞാൻ പറഞ്ഞു, നാദാപുരത്തിന്റെ കഥ പറഞ്ഞപ്പോൾ അവർ മെനഞ്ഞെടുത്തവർ കൃത്യമായി പറഞ്ഞു നബീസ് ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നല്ല, നമസ്കാരപ്പായിലിട്ട് നബീസ് ബലാത്സംഗം ചെയ്തു.
നിങ്ങൾക്ക് ചന്ദ്രശേഖരനെ കൊല്ലുകയായിരുന്നില്ല. ചന്ദ്രശേഖരനെ കൊല്ലുന്നതിനേക്കാൾ സൂക്ഷ്മതയോടുകൂടി പണം വാങ്ങിയവൻ നിർവഹിച്ച ഒരു കൃത്യമുണ്ടായിരുന്നു. മുഖത്ത് 50-ലേറെ വെട്ടുകൾ കൊണ്ട് വ്രണപ്പെടുത്തി. അതിനായിരുന്നു കൊട്ടേഷൻ. നിങ്ങൾ നബീസുവിനെ ബലാത്സംഗം ചെയ്തു, എരിവ് പോരാ. നബീസുവിനെ നമസ്കാരപ്പായായിട്ട് ബലാത്സംഗം ചെയ്തു, വല്ലാഹി വോട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ചന്ദ്രശേഖരനെ കൊന്നു, പലരെയും കൊല്ലാറുണ്ട്. മുഖത്ത് മാത്രമേ കണ്ടകാലന്മാർ 51 വെട്ടുപെട്ടി രാക്ഷസന്മാരല്ലേ ദൈവമേ ഈശ്വരാവുമാർ. എങ്ങനെയുണ്ട് സെൻസേഷൻ? മാറാണ് മാർക്കറ്റിന്റെ വാല്യൂ അങ്ങ് മാറാ. ഒരു സംശയവും വേണ്ട. ISRO ചാരക്കേസിനെ ഉദ്ധരിച്ചതുപോലെ, ചവറ സരസൻ സംഭവം ചരിത്രം തെളിയിച്ചതുപോലെ, നാദാപുരം സംഭവം പിന്നെ തെളിയിക്കപ്പെട്ടതുപോലെ, കാലത്തിന്റെ ചരിത്രത്തിന്റെ കുംഭസാരക്കുട്ടിൽ കയറുമെന്ന് തെറ്റു ചെയ്തവർ കാലം ശിരസ് കുനിച്ചു പിടിച്ചേറ്റു പറയും. നാളെ ഒരിക്കൽ എന്തായിരുന്നു ഒഞ്ചിയത്ത പാതിരാവിൽ നടന്നതെന്ന്. പക്ഷേ പ്രിയപ്പെട്ട സഖാക്കളെ, നമ്മൾ കൂടുതൽ കരുതലോടുകൂടി കരുതിയേക്കാം. വിമോചന സമരത്തിന്റെ ഇരുണ്ട കാലത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണിക്ക് ആശയപരമായ നേതൃത്വം പ്രചരണപരമായി കൊടുത്ത ഒരു സൊസൈറ്റി ഉണ്ടായിരുന്നു. ഇവാഞ്ചലിക്കൽ മിഷൻ സൊസൈറ്റി എന്നായിരുന്നു അതിന്റെ പേര്. ഇവാഞ്ചലിക്കൽ മിഷൻ സൊസൈറ്റി CAA അയച്ച ഒരു ന്യൂസ് ലെറ്ററിന്റെ സംഗ്രഹം ഇതാണ്. സഖാവ് ഡോക്ടർ TM തോമസ് ഐസക് എഴുതിയ വിമോചന സമരത്തിന്റെ കാണാപ്പുറങ്ങൾ എന്ന പുസ്തകത്തിൽ ആ ന്യൂസ് ലെറ്റർ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ന്യൂസ് ലെറ്ററിന്റെ സംഗ്രഹം ഞാൻ പറയാം. കേരളത്തിൽ യുദ്ധത്തിന്റെ ഗതി നിർണയിക്കുന്നത് ജെറ്റ് വിമാനങ്ങളോ മിസൈലുകളോ അല്ല, പേനയും പേപ്പറുമാണ്. ഉടൻ പത്രമാരംഭിച്ചേ തീരൂ. അവർക്ക് നന്നായി അറിയാം, ആയുധങ്ങൾ കൊണ്ട് ഈ പ്രസ്ഥാനത്തെ തകർക്കാനാകില്ല. എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ, കൊലക്കയറിന്റെ മുമ്പിൽ പതറിപ്പോകാത്തവരല്ലേ നമ്മൾ. ഏതെങ്കിലും ഒരു കൊലക്കയറിന്റെ മുമ്പിൽ കയ്യൂരിന്റെ മണ്ണിൽ അബൂബക്കറിനെ കൊല്ലാൻ നിർത്തിയിരുന്നപ്പോൾ അബൂബക്കറിനെ കാണാൻ ഉമ്മ ചെന്നു. പൊന്നുമ്മ ഒരു പടിച്ചോറുമായി ചെന്ന് ഇരുമ്പടിക്കുള്ളിലൂടെ മകന് കൊടുത്തു. ഭക്ഷണം ഒടുവിടത്തെ ഭക്ഷണം എന്നിട്ട് പറഞ്ഞു, അബൂബക്കറെ, എന്റെ പൊന്നുമോൻ മരിക്കാറായപ്പോ പേടി തോന്നുന്നുണ്ടോ നിനക്ക്? കൊലക്കേറിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ എന്റെ കൊച്ചിക്ക പേടിക്കോ? ഭയപ്പെടരുത്. നീ ഉമ്മ അനാഥമാകുമെന്നോർത്താണ് നീ നിരാശപ്പെടുന്നതെങ്കിൽ, എന്റെ അബൂബക്കർ എന്ന മോൻ നഷ്ടമായാൽ ഞാൻ ഈ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പിടി സഖാക്കൾ എന്നെ ചൂണ്ടിപ്പറയും, അബൂബക്കറിന്റെ ഉമ്മ പോകുന്നു, രക്തസാക്ഷിയുടെ ഉമ്മ പോകുന്നു എന്നെനിക്ക് അത് മാത്രം മതി മകനെ. നീ എന്നെ ഓർത്ത് നിരാശപ്പെടേണ്ടതില്ല, നീ എന്നെ ഓർത്ത് ബുദ്ധിമുട്ടേണ്ടതില്ല. നീ മരണത്തിലേക്ക് നടന്നു പോകുമ്പോൾ കരയരുത്. കൊലക്കേറിന്റെ മരണത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിന്റെ മനമൊന്നിടറിപ്പോയാൽ ഈ ഉമ്മയ്ക്ക് വേദനയാകുമെന്ന് പറഞ്ഞു മകനെ കൊലക്കേറിലേക്ക് പറഞ്ഞയച്ച രക്ഷകർത്താവിന്റെ നാട്. കൂത്തുപറമ്പിന്റെ മണ്ണിൽ MP രാഘവൻ 5 പേരെ വെടിയുതിർത്ത് കൊല്ലാൻ കൽപ്പിച്ചു വിട്ടപ്പോൾ രാജീവനും റോഷനും ബാബുവും മധുവും ശുഭുലാലും വെടിയേറ്റ് വീഴുമ്പോൾ ആ 5 പേരിൽ ഏറ്റവും ഇളയവൻ പ്രായത്തിൽ സഖാവ് റോഷൻ ഒടുവിലായി അവനെ കൊണ്ടുവരും. എന്നിട്ട് ചുവന്ന നക്ഷത്രങ്ങളും ചുവന്ന അക്ഷരങ്ങളും പതിഞ്ഞ SFIയുടെ സമരപ്പന്തലിൽ എന്റെ മകൻ റോഷനെ ഞാൻ വീണ്ടും കൊണ്ട് സമർപ്പിക്കുമെന്ന് പറഞ്ഞ രക്ഷകർത്താവിന്റെ നാട്. തൊട്ടപ്പുറത്ത് PDPക്കാർ കൊന്നെറിഞ്ഞ സഖാവി AM സക്കീർ കൊന്നെറിയുമ്പോൾ മകനെ വെട്ടിക്കൊല്ലുന്നത് കണ്ണാലെ കണ്ട പിതാവ് അബ്ദുൾ റഷീദ് എന്റെ മോനെ കൊല്ലരുതേ എന്ന് പറഞ്ഞോടി വന്ന് വെട്ടത്തിൽ കയ്യിൽ നിന്നും താഴെ വീണുപോയ ആ പതാക വിറയ്ക്കാതെ കൈകൊണ്ട് അന്തരീക്ഷത്തിന്റെ അനന്തതയിലേക്ക് ഉയരങ്ങളിലേക്ക് പിടിപ്പിച്ച CPMന്റെ നേതൃത്വമായി CPMന്റെ പ്രദേശത്തെ അമരക്കാരനായി മാറി മരിക്കുമ്പോഴും ആ പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ചു മരിച്ചുപോയ രക്ഷകർത്താക്കളുടെ നാടിനു നന്നായി അറിയാം. സാമ്രാജ്യത്വത്തിനും നമ്മുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികൾക്കും ഒരു കൊലക്കയറിയും ഒരു ആയുധപ്പുരകൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ CPMന്റെ കമ്മ്യൂണിസ്റ്റുകാരന്റെ രോമത്തിൽ തൊടാൻ കഴിയില്ല എന്ന് നന്നായി അറിയാം. അതുകൊണ്ട് ചെയ്യുന്നത് അസത്യങ്ങളുടെ ഘോഷയാത്ര നടത്തുക. RSSന്റെ മുമ്പിൽ പതറിപ്പോകാത്ത CPM പ്രവർത്തകൻ, DYFIക്കാരൻ, CPM അനുഭാവി. പക്ഷേ പോലീസ് ലാത്തിച്ചാർജിൽ തകർന്നു പോകാത്ത ചെറുപ്പക്കാർ കണ്ടിട്ടില്ലേ നിങ്ങൾ തെരുവിൽ? കണ്ടിട്ടില്ലേ നിങ്ങൾ തെരുവിൽ? ശിരസ് പൊട്ടിച്ചോര വാർന്നൊലിക്കുമ്പോഴും ആ വേദനയെ തോൽപ്പിക്കാൻ ഇൻകുലാബ് സിന്ദാബാദ് ഉറക്കെ വിളിക്കുന്ന യൗവനം നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ യൗവനങ്ങൾ. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം സഹിക്കുന്ന CPMകാരൻ, പാർട്ടി ബന്ധുക്കൾ, പാർട്ടിയെ വിശ്വസിക്കുന്നവർ. പക്ഷേ അവരുടെ മനസ്സിലെല്ലാം
ക്ലാവ് പിടിക്കുന്നത് പോലെ പിടിപ്പിക്കും ഇവർ പടച്ചുവിടുന്ന അക്ഷരങ്ങൾ. പാർട്ടിക്കെന്തോ പറ്റുകയാണ്, പാർട്ടി അതോ തെറ്റായ വഴിയിൽ പോവുകയാണ്. ഈ പാർട്ടിയെ നന്നാക്കണം പോലും. പാർട്ടി നേതാക്കളൊക്കെ കുഴപ്പക്കാരാ. പണ്ടത്തെ പാർട്ടി കൊള്ളാമായിരുന്നു, അതുകൊണ്ട് ഈ പാർട്ടിയെ നന്നാക്കണം. ഈ പാർട്ടി മഹാമോശ എന്ന പ്രതീതി സൃഷ്ടിക്കുകയാണ്. ഇവർക്കറിയാം ആയുധങ്ങൾ കൊണ്ട് കേരളത്തിലെ CPM-നെ, ഇന്ത്യയിലെ പ്രസ്ഥാനത്തെ, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ജനമനസ്സുകളിൽ നിന്ന് നാട്ടിപ്പുറത്താക്കാൻ കഴിയില്ല. കാരണം ഈ നാടിന് മണ്ണ് കൊടുത്തത് ഞങ്ങളായിരുന്നു, ഇവിടത്തെ മനുഷ്യർക്ക് വീട് കൊടുത്തത് ഞങ്ങളായിരുന്നു, ഇവിടത്തെ മനുഷ്യർക്ക് അക്ഷരം കൊടുത്തത് ഞങ്ങളായിരുന്നു. 20 ലക്ഷത്തിന്റെ കോപ്പികൾ മനോരമയ്ക്കുണ്ടെന്ന് പറയുമ്പോൾ ഒരു കാര്യം വെറുതെ എന്ന് ചോദിച്ചോട്ടെ മനോരമ പ്രതിനിധിയോട്. 20 ലക്ഷം പോയിട്ട് ഒറീസയിൽ പോയി, രാജസ്ഥാനിൽ പോയി, ആന്ധ്രാപ്രദേശിൽ പോയി, ഹരിയാനയിൽ പോയി, ഉത്തരാഞ്ചലിൽ പോയി, ഛത്തീസ്ഗഡിൽ പോയി 1 ലക്ഷം കോപ്പികൾ അവിടുത്തെ പ്രാദേശിക ഭാഷയിൽ നിങ്ങൾക്ക് അച്ചടിച്ചു വിതരണം ചെയ്യാനാകില്ല. കാരണം അക്ഷരാഭ്യാസമില്ലാത്ത നാടാണെന്ന് പറഞ്ഞു പോകരുത്. ഇവിടെ നിങ്ങൾ പടച്ചുവിടുന്ന ഈ അക്ഷരങ്ങൾ, ഈ അച്ചടി മഷിയുടെ ഈ വിഷങ്ങളുണ്ടല്ലോ, ആ വിഷബീജങ്ങൾ വാങ്ങുവാൻ വേണ്ടി 20 ലക്ഷം കൈകൾ നിങ്ങളുടെ പത്രമാഫീസിനു നേരെ നീണ്ടുവരുന്നത്. ആ 20 ലക്ഷം മനുഷ്യരെ, അതിലേറെ പേരെ, 3.25 കോടി മലയാള മക്കളെ അക്ഷരം പഠിപ്പിച്ച മാർക്സിസ്റ്റുകാർ ഈ മണ്ണിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞു പോകരുത്. 92 ലക്ഷം കുട്ടികൾ പള്ളിക്കൂടത്തിൽ പോകാത്ത രാജ്യത്ത്, ആ കണക്ക് പുസ്തകത്തിൽ പെടാത്ത ഒരേ ഒരു രാഷ്ട്രം, മുഴുവൻ കുട്ടികളും പള്ളിക്കൂടത്തിലേക്ക് പോകുന്ന നാട് കേരളം. രാജ്യത്ത് 57% കുട്ടികൾ 10ാം തരം എത്തുന്നതിന് മുമ്പ് പഠനം ഉപേക്ഷിക്കുമ്പോൾ മുഴുവൻ കുട്ടികളും പഠനം സെക്കൻഡറി തലം വരെ പൂർത്തിയാക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി കേരളം. ഏറ്റവും വലിയ ശിശുമരണ നിരക്ക് കുറഞ്ഞ, ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള, ഏറ്റവും ഭൂരിഭാഗം പേർക്ക് വീടും ഭൂമിയും ആ വീട്ടിനകത്ത് വൈദ്യുതിയും എത്തിച്ചേർന്ന നാട് കേരളം. അങ്ങനെ മലയാളിയെ ശിരസ്സുയർത്തി നിൽക്കാൻ പഠിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ആ കമ്മ്യൂണിസ്റ്റുകാരെ തകർക്കണമെന്ന് പറഞ്ഞ് മലയാളിയുടെ മുമ്പേക്കിറങ്ങി വന്നാൽ അവരെ തകർക്കും നാട്ടുകാർ എന്ന് നന്നായി അറിയാവുന്നവർ പറയുന്നു. പാർട്ടിയെ നന്നാക്കണമെന്ന് പറഞ്ഞ് പുകമറ തീർത്ത്, തീയും തീപ്പട്ടിക്കോലും തീക്കൊള്ളിയുമില്ലാത്ത രാഷ്ട്രീയ അസത്യങ്ങളുടെ പുകമറ തീർത്ത്, പിരമിഡ് ഗോപുരങ്ങൾ തീർത്ത്, ആ നുണപ്പിരമിഡിനകത്ത് ഞങ്ങളെ ശവദാഹം ചെയ്യാമെന്ന് സമർപ്പിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക. ഞങ്ങളെ കൊന്നു കുഴിച്ചിട്ടാൽ 1000 ചിറകു വിടർത്തി വീണ്ടും ഞങ്ങൾ ഉയരങ്ങളിലേക്ക് പാറിപ്പറക്കും. അതായിരുന്നു ചരിത്രം. ഈ ശതകത്തിന്റെ മുറ്റത്തു ചിന്തിയ ചോര പുരണ്ട വെളിച്ചോറ് കൊത്തുവാൻ ചാഞ്ഞും ചെരിഞ്ഞും പറന്നെടുത്തിയിടുന്ന ചോരക്കണ്ണുള്ള ഒരു കാട്ടാളന്മാരെ ഞങ്ങളെ കൊന്നു കുഴിച്ചിട്ടാൽ 1000 പിന്നെ മുളച്ചു കൊണ്ടുവന്ന കവിവാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഖാക്കളെ, ഓരോ പ്രതിസന്ധിയുടെ പദ്ധതിനകത്തു നിന്നും ചിറകുകൾ വിടർത്തി അന്തരീക്ഷത്തിന്റെ അനന്തതയിലേക്ക് പാറിപ്പറക്കുന്ന ഫീനിക്സ് പക്ഷികളായി നമുക്ക് മാറാം, ഈ പാർട്ടിക്ക് മാറാം. കാരണം ഈ പാർട്ടി സത്യമാകുന്നു. നമ്മൾ മാത്രമാണ് സത്യം, നമ്മൾ മാത്രമാണ് ശരി. അതുകൊണ്ട് ഈ ശരി വിജയിക്കുന്നത് വരെയുള്ള മഹാപ്രയാണത്തിൽ സൈമൺ ബ്രിട്ടോ അഗ്രഗാമിയിൽ കുറിച്ചിട്ടതുപോലെ അവൻ മേഘങ്ങളിൽ അഗ്നി കണ്ടു, ജ്വലിക്കുന്ന അണയാത്ത അഗ്നി, അത് പെയ്തിറങ്ങുന്നതും തവരിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ നമുക്കിരിക്കാൻ ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ നമ്മൾ കണ്ടൊരു സ്വപ്നം ആകാശച്ചെരിവിൽ ഉദിച്ചു വാങ്ങും വരെ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷക്കാർ ഒരൊറ്റക്കെട്ടായി, ഒരു മനസ്സായി ഈ പ്രതിസന്ധിയുടെ പദ്ധതികൂടുകളെ പൊളിച്ചു മുന്നേറുവാനുള്ള എല്ലാ ശക്തിയും ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് കാലഘട്ടത്തിന്റെ വിരിമാറിലൂടെ മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വേണ്ടി അഭിവാദം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകളിൽ നിന്ന് വിടവാങ്ങുന്നു.